من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن لم يستطع منكم طولا أن ينكح المحصنات المؤمنات فمما ملكت أيمانكم من فتياتكم المؤمنات. അതാണ് ഹുക്മ്. വമൻ ലം യസ്തതി', ഒരാൾക്ക് സാധ്യമാകുന്നില്ല, മീൻകും നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് പുരുഷന്മാരുടെ പറയുന്നു. തൗലൻ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ശേഷി, പൈസയില്ല. എന്തിന്? അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്. മുഹ്സനാത്ത് ഏതാ? സ്വതന്ത്ര സ്ത്രീകൾ, മുഅ്മിനാത്തുകളായ സ്വതന്ത്ര സ്ത്രീകളെ കെട്ടാനുള്ള പൈസയേ ഇല്ല. കാരണം ചിലവും കൂടും, അവരും കൂടും, പലതും വരുമല്ലോ. അവർക്കുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ കൊടുക്കാനുണ്ട്. അതാ അവിടെ തൗല് എന്ന് പറഞ്ഞില്ലേ, തൂലല്ല തൗല്. അതെന്താ? അൽ ഖുദ്റ, കഴിവ്. വൽ മുറാദു ബിൽ മുഹ്സനാത്തി, ഇത് അൻയൻകിഹൽ മുഹ്സനാത്തി ഇല്ലേ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹറാഇറു, സ്വതന്ത്ര സ്ത്രീകളിൽ നിന്നാണ്. നേരത്തെ പറഞ്ഞല്ലോ മുഹ്സനാത്ത്, ഹിസാൻ എന്നുള്ള 4 അർത്ഥത്തിന് പ്രയോഗിക്കും. ഒന്ന് വിവാഹിതരായവര്, മറ്റൊന്ന് മറ്റേ ജീവിതശുദ്ധിയുള്ളവര്, മൂന്നാമത്തേതാണ് സ്വതന്ത്ര സ്ത്രീകൾ. അതാണ് ഈ ആറ്റ്. അതിനെ തെളിവ് മുമ്പ് പറഞ്ഞ വമൻ ലം യസ്തതി' മിൻകും ഖൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്ത്. അൽ ഹറാഇറു, സ്വതന്ത്ര സ്ത്രീകളാണ്. അതങ്ങനെ അർത്ഥം കണ്ട് ബി ദലീലി മുഖാബലത്തിഹിന്ന ബിൽ മംലൂക്കാത്ത്. അതിന്റെ എതിർവശം പറയുന്ന ഏതാണ്? ഫമിമ്മാ മലക്കത്ത് അയ്മാനുക്കും. അപ്പൊ അതിന്റെ മുഖാബലയിൽ പറയുമ്പോൾ ഈ സ്വതന്ത്ര സ്ത്രീകളാണ്. ഇനി അവർക്ക് മുഹ്സനാത്ത് എന്ന് പേര് വന്നത് എന്തുകൊണ്ടെന്നല്ലേ? കാവലാക്കപ്പെട്ടോർ എന്നല്ലേ എൻ്റെ വാക്കുണ്ടായത് അല്ലേ? അത് അഹ്സനത്തുഹുന്ന അൻ ദാലിക الذِّكْرُ വൽഇബ്തിലാൽ. അതാ അവരെ ഇഹ്സാൻ ചെയ്തു, അഥവാ മുഹ്സനാക്കി മാറ്റി. ആര്? ദിക്ക്, അടിമത്വം. അതുപോലെ ഇബ്തിലാൽ എന്ന് പറഞ്ഞാൽ എന്താക്കാം, മെനക്കെട്ട് മറ്റവർക്ക് കീഴ്പ്പെട്ടിട്ട് പണിയെടുക്കൽ മറ്റൊക്കെ. അങ്ങനെയാണ് പേര് വന്നത്. വൽ മുഹ്സനാത്ത്, മറ്റേതൊക്കെയോ ഇപ്പത്തിന്റെ അവിടെ കാവലാക്കപ്പെട്ട് അർത്ഥത്തിലാണ്. വൽ മഅന വമൻ ലം യജിദ് ഖൗല ഹുർറത്തിൻ, സ്വതന്ത്ര സ്ത്രീയെ വിവാഹം ചെയ്യാൻ ഒരാൾക്ക് കിട്ടിയില്ല. ഐ മാ യതസവ്വജു ബിഹിൽ ഹുർറത്തൽ മുസ്ലിമത്ത, മുസ്ലിമത്തായ സ്വതന്ത്ര സ്ത്രീകളെ വിവാഹം ചെയ്യാൻ ആവശ്യമായ പൈസയും കാര്യമൊന്നും ഇയാൾക്കില്ല. എന്നാൽ ഫമിമ്മാ മലക്കത്ത് അയ്മാനുക്കും, ആരാ? അടിമ സ്ത്രീകൾ. നിങ്ങളെ യമീൻ മിൽക്കാക്കിയതെന്ന് പറഞ്ഞാൽ അടിമ സ്ത്രീകളെ. ഫൽ യൻകിഹ് ഇംറഅതൻ ഔ അമതൻ മിനൻ നൗഇ അല്ലദീ മലക്കതുഹു അയ്മാനുക്കും. അതാ ഇംറാത്ത്, ഒരു പെണ്ണ്, അല്ലെങ്കിൽ അമതൻ, അല്ലെങ്കിൽ അടിമ സ്ത്രീ. എന്തിൽ നിന്ന്? മിൻ ഫതയാതികുമുൽ മുഅ്മിനാത്ത്, മുഅ്മിനത്തുകളായ ഫതകളിൽ നിന്ന്. ഫതയാത്ത് മുഅന്നസ് ജമായി. ഐ ഫതാൻ എന്താ പേര്? ഐ മിൻ ഇമായിക്കുമുൽ മുസ്ലിമാത്ത്, മുസ്ലിമത്തുകളായ അടിമ സ്ത്രീകളിൽ നിന്ന് കിട്ടിക്കോ. വൽ ഫതാത്തു എന്നുള്ളത് അസ്ലുഹ അശാബ, യുവതി എന്ന അർത്ഥം ഉണ്ടായില്ല. വൽ അമതു തുസമ്മ ഫതാത്തൻ. അപ്പോൾ ഈ അടിമപ്പെണ്ണിന് ഫതാത്ത് എന്ന് പറഞ്ഞാൽ ഓളെപ്പം വലക്കെത്തിയ എന്താ അങ്ങനെ വരുന്നത്? വൽ അബദിന് യുസമ്മ ഫതൻ, അബദിന് എന്താക്കും? ഫതൻ എന്നും പറയും. അതിലേക്ക് അടിമത്തം ഉള്ളത് കൊണ്ട് അങ്ങനെ പേരുണ്ട്. മറ്റൊരു വായന അബദാണെങ്കിൽ ഫതൻ എന്ന് പറയും, അമത്താണെങ്കിൽ ഫതാത്ത് എന്ന് പറയും. അസ്ലു പറയുന്ന ഷാബത്താണ്. നമ്മുടെ ഷാബാലെല്ലാം പോയി. വല്ലാഹു അഅലമു ബിഈമാനിക്കും തയനീസുൻ ബിനിക്കാഹിൽ ലിമായി, ഐ അഅലമു ബിതഫാസീലി മാ ബൈനക്കും വബൈന അരിഖായിക്കും ഫിൽ ഈമാൻ. നിങ്ങളുടെ ഈമാൻ കൊണ്ട് അല്ലാഹു തആല അറിയുന്നവനാണെന്നല്ല പറഞ്ഞത്. അത് തഹനീസും ബിനിക്കാഹിൽ ഇമാൽ, അടിമ സ്ത്രീകൾ നിക്കാഹ് ചെയ്യലുകൊണ്ട് ഒരു ഈനാസ് ഉണ്ടാക്കലാണ്. അത് അഅലമു ബിതഫാസീലി മാ ബൈനക്കും വബൈന അരിഖായിക്കും, നിങ്ങളുടെ ഇടയിലും നിങ്ങളുടെ അടിമകളുടെയും ഇടയിലുള്ള തഫ്സീലായ കാര്യങ്ങളൊക്കെ ഈമാനിൽ അല്ലാഹു തആലക്ക് വിശാലമായി അറിയുന്നവനാണ്. അപ്പോൾ ഫറുബ്ബമാ കാന ഈമാനുൽ അമതി അർജഹ മിൻ ഈമാനിൽ ഹുർറത്തി,
ഇപ്പൊ അമ്മത്ത് എന്ന് പറയുമ്പോ ഒരു താണയിലേക്കല്ലേ പോയത്. ചില ഈമാനിന്റെ വിഷയത്തിൽ അവളാലാകാം മറികടക്കാം. വലൈസദ്ദഖർ കല്ലുൻസ എന്ന് പറഞ്ഞ മാതിരി മറിയം ബേബി ആഗ്രഹിച്ച ഹന്നത്ത് ബേബി ആഗ്രഹിച്ച ആണ് പെണ്ണായിപ്പോയി. അപ്പൊ പെണ്ണെ താണയിന് കിട്ടിയെന്നല്ല തോന്നല്. ചിലപ്പോ ഒരു തഫ്സീർ പ്രകാരം എന്താന്ന്, നിങ്ങൾ ആഗ്രഹിച്ച അയാള് തന്ന പെണ്ണിനെ പോലെയല്ല, അതിനെല്ലാം മറികടക്കുന്ന പെണ്ണുങ്ങൾ എന്നതുപോലെ ഈ അമ്മത്തിനെ കെട്ടുന്ന അവസരത്തിൽ ഹൃദത്തിനേക്കാൾ താണ ഒരു ഇടത്തിലേക്ക് മാറിയല്ലോ. പക്ഷെ ഈമാനിന്റെ വിഷയത്തിൽ എന്താക്കാം, അവളെ മറികടക്കാം. ഈമാനുൽ മർഅത്തി, അതുപോലെ പെണ്ണിന്റെ ഈമാന് മിൻ ഈമാനിർ റജുൽ, പുരുഷന്മാരുടെ ഈമാനും ചിലപ്പോൾ എന്താക്കാം, റാജിഹാക്കാം. അതുകൊണ്ട് ഫലാ യംബഗീ ലിൽ മുഅ്മിനി അൻ യത്ലുബൽ ഫദ്ല വറുജ്ഹാൻ ഇല്ലാ ബിഇതിബാരിൽ ഈമാൻ വൽ ഇസ്ലാം. ഈമാൻ ഇസ്ലാമിന്റെ എത്തിബാറിൽ കൂടിയല്ലാതെ ഫദ്ല് തേടാൻ പാടില്ല. അപ്പൊ വയസ്സ് നോക്കിയിട്ടും ഫദ്ല് തീരുമാനിക്കൂല, കുടുംബബന്ധം കൊണ്ടും തീരുമാനിക്കൂല. ഈമാൻ ഇസ്ലാമിന്റെ വിഷയത്തിൽ എത്രത്തോളം അത് കിടക്കുന്നു അത്ര. ചിലപ്പോൾ അടിമകളായിരിക്കും മുന്തിയ ആളുകൾ. ലാ ബിൽ അഹ്സാബി വൽ അൻസാബ്, സ്ഥാനമാനങ്ങൾ, അൻസാബ് കുടുംബബന്ധം, ഇതുകൊണ്ടൊന്നല്ല ഫദ്ല് തീരുമാനിക്കും. ഇപ്പൊ അബൂലഹബ് എങ്ങാനും മുസ്ലിമായെങ്കിൽ ആരാണ് അഹ്ലു ബൈത്തിൽപ്പെട്ട ഏറ്റവും വലിയ ആളായില്ലേ, ഉപ്പാന്റെ സ്ഥാനത്ത് ഉപ്പയില്ലേ, അത് അബ്ദുറഹിയുടെ പോലെയാവില്ല. പക്ഷെ അവിടെ അൻസാബം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, ഈമാനില്ലാത്തോണ്ട് പോയി. ഇനി ബഅ്ദുകും മിൻ ബഅ്ദിൻ അൻതും വഅരിഖാഉകും, നിങ്ങൾ പറഞ്ഞ അടിമകൾ, അതായത് അടിമ സ്ത്രീ മോശമായി കാണാതിരിക്കാനുള്ള ഒരു വകുപ്പായി പറയുന്നത്. ചിലപ്പോൾ ഈമാനിൽ മറികടക്കുന്നവരാകാം. ഇനിയൊന്ന് ഒറ്റ ഉപ്പാന്റെയും ഒരുമാന്റെയും മക്കളാണല്ലോ എന്ന്. ബാദുക്കും മിൻ ബഅ്ദിൻ, ഒരു വസ്ഫയിലവർക്ക് വന്നിട്ടുള്ളൂ. അല്ല നസബുക്കും മിൻ ആദം, ആദമിൽ നിന്നാണ് നിങ്ങൾ നസബ്. വദീനുക്കുമുൽ ഇസ്ലാം, ദീനാണെങ്കിലോ ഇസ്ലാമുമാണ്. കമാ ഖീല അന്നാസു മിൻ ജിഹത്തിൽ തിംസാലി അക്ഫാഹു അബൂഹുമു ആദമുൻ വൽ ഉമ്മു ഹവ്വാഹു. ജനങ്ങളെല്ലാവരും തിംസാലിൽ എന്നുവെച്ചാൽ പരസ്പരം സാദൃശ്യം പറയുന്ന വിഷയത്തിൽ അക്ഫാഹു എല്ലാവരും തുല്യരാണ്. എന്താ കാരണം, അബൂഹുമു ആദമു, എല്ലാവരെയും ഉപ്പ ഒന്നാണ് ആദം. വൽ ഉമ്മു ഹവ്വ, എല്ലാവരെയും ഉമ്മാരാണ് ഹവ്വയാണ്. അപ്പൊ എല്ലാവരും ജ്യേഷ്ഠാന്മാരാണ്, സഹോദരി സഹോദരന്മാരാണ്. ഫബൈനകും വബൈന അരിഖാഇകുമുൽ മുആഖാത്തുൽ ഈമാനിയ്യ, അപ്പോൾ നിങ്ങളുടെ ഇടയിലും നിങ്ങളുടെ അടിമകളുടെ ഇടയിലും എന്തുണ്ട്, സഹോദര്യ ബന്ധമുണ്ട്, ഈമാനിന്റെ സഹോദര്യ ബന്ധം. അന്നേരൊക്കെ നോക്കിയാൽ എല്ലാവരും ഒന്നാണ്. ലാ യഫ്ദലു ഹുർറുൻ അബ്ദൻ, അപ്പൊ ഹുർറ് അബ്ദിനെ മറികടക്കൂല. ഇല്ലാ ബിറുജ്ഹാനിൻ ഫിൽ ഈമാൻ, ഈമാനിൽ വർധനമുണ്ടായെങ്കിലല്ലാതെ അല്ലേ. വഖിദമിൻ ഫിദ്ദീനി, അതുപോലെ ദീനിൽ എത്ര കാലം ഇയാൾ കഴിച്ചു വിട്ടിട്ടുണ്ട് അതും നോക്കൂ. 60 കൊല്ലമായി ഇയാൾ ദീനിലാണ്. ഇന്നലെ ഒരാൾ ദീനിൽ വന്നതാണ്. എന്നാൽ ആരാ സഹോദരന്മാരെല്ലാം ആകും. പക്ഷേ ദീനിലുള്ള കാലപ്പഴക്കം വ്യത്യാസമുണ്ടല്ലോ. എത്ര പാട് അയാൾ സ്പെസിഫിക്കുണ്ടാകണം. ഇനി ഇത് നിക്കാഹ് ചെയ്യേണ്ടതാണ്. ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന എന്നാ പറയുന്നത്. നിങ്ങൾ ആ നിയത്ത് നോക്കിയിട്ട് കൂട്ടി. ഫൻകിഹൂഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന, ആ പത്തയാത്തിക്കുമ്പോൾ മുഅ്മിനാത്തുന്ന അടിമ സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ് ചെയ്തോ അവരെ അഹ്ലുകാരുടെ സമ്മതത്തോടുകൂടി എന്ന് പറഞ്ഞു. ഇവിടെ എന്താക്കുമ്പോൾ ഒരു ഹനഫി മദ്ഹബ് മുഫറാജിഹക്ക് ആയത്തിൽ ഞാൻ പറഞ്ഞ മുസന്നിഫ് ഹനഫിയാണ്. ചില മസ്അലയിൽ എന്താക്കും എൻ്റെ രാജിഹത്തിലുണ്ട്. അതാ ഫൻകിഹൂഹുന്ന ബിഇദ്നി മവാലിഹിന്ന, അവരുടെ മൗലകൾ ഉണ്ടാവില്ലേ, അടിമ സ്ത്രീക്ക് ഒരു മൗല ഉണ്ടാവും. അവരുടെ അനുവാദപ്രകാരം നിങ്ങൾ എന്തായിക്കോ കെട്ടിക്കോ അല്ലേ. വലാ തതറഫഉ അൻഹുന്ന, അവരെ തൊട്ടിട്ട് നിങ്ങൾ ബലിയളങ്ങൊന്നും വിചാരിക്കണ്ട. ആരെ അടിമ സ്ത്രീകൾ നേരത്തെ പറഞ്ഞില്ലേ, ഈമാന് രുചാൻ ഉണ്ടാവാം, അത് നോക്കിയിട്ടേ തീരുമാനിക്കാവൂ. അതുകൊണ്ട് ഓളെ എങ്ങനെ ഞാൻ കെട്ടല് എന്നൊന്നും പറഞ്ഞിട്ട് എന്താക്കണ്ട,
നിങ്ങൾ മാറി നിൽക്കൊന്നും വേണ്ട. ഇനി വഫിഷ്തറാത്ത് ഇതിനിൽ മൗലാന്റെ സമ്മതം ഈടതാക്കി ഫങ്കിഹുഹുന്ന ബിഇദ്നി അഹ്ലിഹിന്ന. അഹ്ലി എന്ന് പറഞ്ഞാൽ പരക്കാറൊന്നല്ല, മൗല. അതില് ദൂന മുബാശറത്തിഹിന്ന ലിൽ അഖ്ദി, അഖ്ദിന് എന്താക്കാൻ പറ്റൂല, അവർക്ക് മുബാശറത്തില്ല. അത് ഇഷാറത്തുണ്ട്, വഇസ്ആറുൻ അറിയിപ്പുമുണ്ട്, ബി ജവാസി മുബാശറത്തിഹിന്ന ലഹു, ആ നിക്കാഹിന് ഈ പെണ്ണുങ്ങൾക്ക് തന്നെ മുബാശറത്തിന് ജായിസാണ് എന്നുള്ള അറിയിപ്പുണ്ട്. അയാളെ കൊണ്ട് കഴിച്ചോന്നല്ലല്ലോ പറഞ്ഞത്, അയാളെ സമ്മതം എടുത്തിട്ട് കഴിച്ചോന്നല്ലോ പറഞ്ഞു. അത് ഹനഫി മദ്ഹബാണ്. എന്നിട്ടോ വആതുഹുന്ന ഉജൂറഹുന്ന ബിൽ മഅറൂഫ്, അവർക്ക് കൊടുക്കാനുള്ള ഉജൂറ് കൊടുക്കണം. അജ്റ് ആരജ്റ്? പെണ്ണിൻ്റെതാണ് മഹർ. ഇപ്പൊ സംശയം ബാക്കിയുണ്ടെങ്കിലോ അപ്പുറം തെറ്റുന്നൊക്കെ എല്ലാവരും അങ്ങനെ പറയുന്നു, ഇപ്പൊ എല്ലാവരും അങ്ങനെ പറയുന്നു. ഇപ്പൊ അങ്ങനെ പറയുന്ന ബുദ്ധികളല്ല. ഉലുൽ അൽബാബ് എന്നാ പേര്. ലുബ് എന്ന് പറഞ്ഞാൽ തൊലിയും കൊട്ടയും കൊരട്ടെല്ലാം കളഞ്ഞിട്ടുള്ള തനിച്ച സത്ത് ബുദ്ധി എന്നാണ് അർത്ഥം. അപ്പൊ പറയുന്ന കേട്ടോണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. മഹർ ചെയ്യുന്നുണ്ട് പക്ഷെ ഉള്ളതാണത്. ബിൽ മഅറൂഫ് ഐ അദ്ദു ഇലൈഹിന്ന മുഹൂറഹുന്ന, കണ്ട, അവൾക്ക് കൊടുക്കാനുള്ള അവളുടെ മഹർ കൊടുക്കണം. ബിഗൈരി മതലിൻ വദിറാറിൻ, ഇന്ന് തരാ നാളെ തരാന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കലോ ഒന്നും പറ്റൂല. കണ്ട, വഇൽജാഇൻ ഇലൽ ഇഫ്തിദാ, അവള് എന്താക്കും, പിന്നെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്നെ മോചിപ്പിച്ചേന്ന് പറഞ്ഞിട്ട് ഫിദാ തേടലുണ്ടല്ലോ, അതിനൊന്നും ഇടവരുത്തണ്ട. ഒരു ഇരുട്ടലും പറ്റൂല. അടിമയല്ല, ആരാ ചോദിക്കാന്നും വേണ്ട. അതന്നെ മുഹ്സനാത്തിൻ ഹാല കൗനിഹിന്ന അഫായിഫ അനിൽ സിനാ. നേരത്തെ പറഞ്ഞു ഹിസാന്, അതാ സിനാനെ തൊട്ടിട്ട് അഫീഫത്തായ സ്ഥിതിയിൽ ആ പെണ്ണുങ്ങളെ വസ്ഫ പറഞ്ഞത്. ഗൈറ മുസാഫിഹാത്തിൻ എന്ന് പറഞ്ഞത് മുഹ്സനാത്തിന്റെ ബാക്കിയാണ്. അപ്പൊ മുഹ്സനാത്ത് പോസിറ്റീവാണ്, ആകണം എന്നാ പറഞ്ഞത്. മുസാഫിഹാത്ത് ആകാൻ പാടില്ല എന്നാ പറഞ്ഞു. ഐ ഗൈറ മുജാഹിറാത്തിൻ ബിഹി വൽ മുസാഫിഹ് എന്ന് പറഞ്ഞാൽ അസ്സാനി. കണ്ടോ, അപ്പം പെണ്ണിനോടത്തൊക്കെ മുസാഫിഹാത്ത് മുഅന്നസായി, സാനിയത്ത് മിനസ്സഫിഹ, സഫന സബ്ബുൽ മനി, അത് മുമ്പ് പറഞ്ഞല്ലോ. ലിഅന്ന ഖർദഹു മുജറദു സബ്ബിൽ മാ. ഇനി മൂന്നാമത്തത് വല മുത്തഖിദാത്തി അഖ്ദാൻ എന്ന് സ്ത്രീകൾക്ക് മൂന്നാമത്തെ സിഫത്താണ്. അപ്പൊ രണ്ടില് എന്താണ് ഗൈറ്, രണ്ടെണ്ണം നഫി ചെയ്തത്. എന്താ മുത്തഖിദാത്തി അഖ്ദാൻ ജംഉ ഖിദ്ന എന്ന് പറഞ്ഞാൽ വഹുവ സദീഖു സിർറൻ, സിറായിട്ട് ഭാര്യനെ ചങ്ങായിനെന്താക്കി സദീഖായി വെച്ചിട്ടുണ്ട്. സിർറൻ ഐ ഗൈറ മുജാഹിറാത്തിൻ ബിസ്സിന വല മുസിറാത്തിൻ ലഹു. ഒന്ന് സിന കൊണ്ട് മുജാഹിറായി, മറ്റേതോ ഇവർക്കാരോടോ ബന്ധമുണ്ട് പോലും, അതൊന്നും നമ്മൾക്ക് ഉണ്ടാകരുതേന്നാ പറഞ്ഞു. വക്കാന സിനാഹുന്ന ഫിൽ ജാഹിലിയ്യത്തി മിൻ വജ്ഹൈനി, അതിനാ ആ കാലത്തുള്ള ജാഹിലിയ്യ സിന എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ജാഹിലിയത്തിലും അങ്ങനെ തന്നെ. എന്താണ് അസ്സിഫാഹു, സിഫാഹ് എന്താ, വഹുവ ബിൽ അജ്രി മിനർ റാഗിബീന ഫീഹ, അതിനെന്താക്കും ടിക്കറ്റ് മുറിച്ചിട്ട് അങ്ങനെ വ്യഭിചാരശാല നടത്തുന്നു. രണ്ടാമത്തത് വൽ മുഖാദനത്ത് എന്ന് പറഞ്ഞാൽ മാ സദീഖില്ലഹ അൽ ഖുസൂസ്, ഓള് ഖുസൂസ് ആ സദീഖിനെ വെച്ചിട്ട് എന്താക്കാം ഫോം വിളിക്കലും വർത്തമാനം പറയലൊക്കെ തന്നെ. അപ്പൊ ഒന്ന് രഹസ്യം എന്ന് വരച്ചില്ല. വക്കാനൽ അവ്വലു യഖഇലാന, ഒന്നാമത് പറഞ്ഞത് പരസ്യമായിരിക്കും, വസാനി സിർറനായിരിക്കും. വക്കാനു ലാ യഹ്കുമൂന അലാ ദാത്തിൽ ഖിദ്നി ബികൗനിഹാ സാനിയതൻ എന്ന് മാത്രമല്ല, ഈ രഹസ്യ സുഹൃത്താക്കിയ ആൾക്ക് സാനി എന്ന് ഒരു പേര് പറയലുമില്ല. അത്ര ഗൗരവമായി കാണൂല്ലോ. അരിക്കാലത്തും അങ്ങനെ തന്നെ. ഒക്കാജോ രഹസ്യമായ ബന്ധമുണ്ട് പോലും ഒന്ന് കെട്ടുന്നുണ്ടോ, എന്നാ പിന്നെ രണ്ടാളിൽ കിട്ടും. അതുകൊണ്ടാണ് അല്ലാഹു തആല എന്താക്കിയത്, ഓരോന്നിനെ വേർതിരിച്ച് പറഞ്ഞത്. മുഹസനാത്തായിരിക്കണം, മുസാഫിഹാത്ത് ആകാൻ പാടില്ല, മുത്തഖിദാത്ത് അഖ്ദാൻ ആകാൻ പാടില്ല. അപ്പൊ മുസാഫിഹാത്ത് എന്ന് പറഞ്ഞാൽ പരസ്യപ്പെട്ടത്, മറ്റേതോ രഹസ്യ ചില ഫോണിലേ ഉണ്ടാവുള്ളൂ. ഇനി എഴുതി ബിദിക്രി വനസ്സല ഹുർമതിഹിമാ മഅൻ, എന്നിട്ടോ അത് രണ്ടും ഹറാമാണ് എന്നുള്ളതും നസ്സാക്കി പറഞ്ഞു. ഇങ്ങനെ ഗൈറ മുസാഫിഹാത്തിൻ വല മുത്തഖിദാത്തി അഖ്ദാൻ രണ്ടെണ്ണം മനസ്സിലാക്കിയില്ല.
ഇനി ഫഇദാ ഉഹ്സിന്ന അവർ എന്താക്കി ഇഹ്സാൻ ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ മുമ്പുണ്ട് തസ്വീജ്, അത് അബി തസ്വീജ്. ഇനി അപ്പം വിവാഹിതരായി നോക്കാം. ഫഇൻ അതൈന ബിഫാഹിഷത്തിൻ ഒരു ഫാഹിഷത്തിന് ആ അടിമ സ്ത്രീകൾ കൊണ്ടുവന്നു. ഏതാണ് ഫഅൽന ഫാഹിഷത്തൻ വഹിദിന മുമ്പ് പറഞ്ഞു. എന്നെന്താ ശിക്ഷക്കും വ്യത്യാസമുണ്ട്, ഹദ്ദുണ്ടാവുമല്ലോ. അതാ ഫഅലൈഹിന്ന നിസ്ഫു മാലൽ മുഹ്സനാത്ത് മുഹ്സനാത്തായ മറ്റുള്ള സ്വതന്ത്ര അതിൻ്റെ പകുതിയാണ് ശിക്ഷ ഉണ്ടായത്. അപ്പൊ കൊല്ലലാണെങ്കിൽ പകുതി കൊല്ലാൻ കഴിയുമോ? അതാണ് പറയൂ. അവരെ മേലെ സാബിത്തായ ഹദ്ദ് നിസ്ഫു മാ അലൽ മുഹ്സനാത്തിന് കൊടുക്കുന്നതിന്റെ പകുതിയാണ്. ഏതാ മുഹ്സനാത്ത്? അൽ ഹറായിലുള്ള ബിക്കാർ, ബിക്കറുകളായ ഹറായി എന്താണെങ്കിൽ 100 അടിയല്ലേ, അപ്പൊ അതിനെ പകുതിയാക്കാൻ കഴിയുള്ളൂ. 50 മിനൽ അറാബ് മിനൽ ഹദ്ദ് അല്ലദീ ഹുവ ജിൽദു 100 100 അടിയുടെ പകുതി 50 അടി അടിക്കും. ഫനിസ്ഫുഹു 50 കമാ ഹുവ കദാലിക ഖബല അൽ ഇഹ്സാൻ. അപ്പോൾ ഇഹ്സാനിന്റെ മുമ്പ് അങ്ങനെയാണല്ലോ. ഇഹ്സാനിന് ശേഷമാണെങ്കിൽ എറിഞ്ഞു കൊല്ലലല്ലേ, റജ്മാണല്ലോ. വലാ റജ്മ അലൈഹിന്ന അവർ എറിഞ്ഞു കൊല്ലലില്ല. കാരണം അന്ന റജ്മ ലാ തനസ്സഫു അത് പകുതിയാക്കാൻ കഴിയില്ലല്ലോ, പകുതി കൊല്ലാൻ കഴിയില്ല. നാടകത്തിൽ 6 മാസം കഴിക്കും. അത് തന്നെ ഉണ്ടാവല്ല, ഇല്ലല്ല പോവില്ല. അപ്പൊ ഓക്കള് 2 ആക്കുമ്പോൾ എടുക്കേണ്ടി വരും. അതുകൊണ്ടല്ല ഇത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം എന്ന് പറഞ്ഞതിലൊന്ന് ആടെ വിളിക്കുമ്പോൾ അപ്പുറം പോകണം, ഇവിടെ വിളിക്കുമ്പോൾ ഇപ്പുറം പോകണം. അപ്പൊ ഇവനിക്ക് വേണ്ട പോലെ ഫിലിം തീർക്കാനൊന്നും കഴിയൂല. തൽക്കാലം ആവശ്യത്തിന് ഒപ്പിക്കാന്നേ ഉള്ളൂ. യജമാനെ ഖിദ്മത്ത് പറ്റും പണി. സാമ്പത്തിക ശേഷിയില്ലാത്ത അവസരത്തിൽ മംലൂക്കാത്തിന് നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ ഈ വിധി ആർക്കാന്ന്? എല്ലാവർക്കും അല്ല. ലിമൻ ഖശിയൽ അനത മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനത്തിനെ പേടിച്ചാക്കാൻ. വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ ഇവരെന്താക്കും? സിനയിലേക്ക് പോയി കളയോന്ന് ഓനെ പറ്റി അറിയാം. അത്രയും എന്താ ഇപ്പത്തുമില്ല ക്ഷമയും ഇല്ലാത്തവനാണ്. അപ്പൊ 2 ഷർത്താണ്. ഒന്ന് ആദ്യം ഇസ്തിതാഅത്തില്ല, മറ്റേതോ ഖശന ഐ ഖാഫ സിന വഹുവ ഫിൽ അസ്ലി ഇൻകിസാറുൽ അദമി ബഅദൽ ജബരീനാണ് അനത്തിന്റെ വായന. ജോയിന്റ് ആക്കിയതിന് ശേഷം എല്ല് പൊട്ടൽ എന്നാണ് ഇതിന്റെ ആ അസിൽ വായന, ഇതിന് അനത്ത്. അപ്പൊ ഫസ്റ്റ് അവിടെ ഇസ്തിഹാദ ചെയ്യപ്പെട്ടു വായ്പ വാങ്ങാൻ പോയി നടത്തില്ല. ആദ്യം തസ്ബീഹാക്കും, പിന്നീട് തസ്ബീഹും ബലീഗാക്കും, പിന്നീട് അത് തന്നെ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണെങ്കിൽ ഡിക്കൊല്ലി മശക്കത്തി വളരതി എല്ലാ പ്രയാസമേറിയ കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാൻ തുടങ്ങി. എല്ല് പൊട്ടി പണി എന്ന് പറയും. അപ്പൊ അസീസുൻ അലൈഹി മാ അനിസ്തും അവിടെ കണ്ടില്ലേ? വഇന്നമാ സുമ്മിയ സിനാ ബിഹി എന്ന സിനാക്ക് അനത്തിന് പേരെന്നാൽ ലിയന്നഹു സബബുൽ മശക്ക അത് മശക്കത്തിന്റെ കാരണമായി. ഒന്ന് ബിൽ ഹദ്ദി ഫിൽ ദുനിയ ദുനിയാവിൽ ഹദ്ദും കിട്ടും, വൽ ഉഖൂബത്തി ഫിൽ ഉഖൂബ പരലോകത്ത് ശിക്ഷയും കിട്ടും. അതുകൊണ്ട് ആ കാരണം വെച്ചുകൊണ്ടിട്ട് എന്താക്കി അതിന് കാരണമാക്കുന്ന സിനാക്ക് അനത്തിന് പേര് വന്നു. നീ പറയുന്നത് ചെയ്യുന്നത്ര ക്ഷമിച്ച് കൂടലാ നല്ലത്. അമല്ലാം മറ്റേ ഹദീസിലില്ലേ അത് ഫഅലൈഹി ബിസ്സൗം യാ മഅ്ശറ ശബാബി മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്താ പറഞ്ഞത്? അമല്ലാം യസ്തതിഇ ഫഅലൈഹി ബിസ്സൗം. അതാ ഖൈറ്. ഇനി ഖൈറുൽ ലദാ വഅൻ തസ്ബിറു അൻ നികാഹിഹിന്ന മുതഅഫിഫീന കാഫീന അൻഫുസകും അമ്മാ തസ്തഹീഹി മിനൽ മആസി എന്ന ഖൈറുല്ലക്കും എന്നോണ്ട് എന്തിനേക്കാണ് ഖൈറ് വേണ്ടേ? അൻ നികാഹിഹിന്ന അവളെ നിക്കാഹ് ചെയ്യുന്ന തൊട്ട് സബൂറാക്കാം. എങ്ങനെ സബൂറാക്കണം? മുതഅഫിഫീൻ നിങ്ങൾ അനാവശ്യ വഴിക്കൊന്നും പോകാത്ത രീതിയിൽ. കെട്ടണ്ട എന്ന് പറഞ്ഞാൽ അനാവശ്യത്തിൽ പോയാലും പറയാതെ കെട്ടിയിട്ടില്ല. അതിനാ മുതഅഫിഫീനെ കൈ കൊടുക്കുന്നത്. എന്നിട്ടോ കാഫീന അൻഫുസകും അമ്മാ തസ്തഹീഹി മിനൽ മആസി
ആ നഫ്സുകൾ എന്തിനെ കൊതിക്കുന്നുവോ മാശയത്തിനാൽ അതിലേക്ക് പോവാതെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതാ മുത്താഫിബീനാണ് വനഞ്ഞത്. അങ്ങനെ സബൂറാക്കി കഴിഞ്ഞാണ് ഖൈറുൽ ലക്കും മിൻ നിക്കാഹിഹിന്ന. കണ്ടാ, അതാ ഖൈറ്. ആ ആദ്യം എന്താക്കി അനുവദിക്കപ്പെടുന്ന സാഹചര്യം ഒരു റുഖ്സാദ്യം പറഞ്ഞു. അതാ വഇൻ സബഖത്ത് കലിമത്തുർ റുഖ്സത്തി ഫീഹി, അത് റുഖ്സന്റെ കലിമത്ത് മുമ്പ് പറഞ്ഞു. ഇങ്ങനെ ഫമല്ലം യസ്തതി എന്ന് പറഞ്ഞിട്ട് ഫമിമ്മാ മലക്കത്ത് അയ്മാനുക്കും റുഖ്സ പറഞ്ഞു. അതേടെ നോമ്പിൻ്റെ ആടെയും പറഞ്ഞില്ലേ, മുസാഫിറിന് എന്താക്കാം, നോമ്പ് മുറിക്കാന്ന് പറഞ്ഞ് വേണ്ട സോമു ഖൈറുൽ ലക്കും. എന്നാൽ എങ്ങനെയെങ്കിലും നോമ്പ് നോക്കണ ഖൈറ്. ഈ റമദാന്റെ മഹത്വം മറ്റൊരു വശം കിട്ടൂലല്ലോ. അതുപോലെ ലിമാ ഫീഹി മിൻ തഅരീദിൽ വലദിൽ റിസ്ഖി, അതിലെന്താ അപകടം പറയും, അവനിക്കുണ്ടായ കുട്ടി അടിമന്റെ വലി അന്ന ഹക്കൽ മൗല ഫീഹ, അതുപോലെ തന്നെ ഹക്കിന്റെ മൗലന്റെ ഹക്ക് അവിടെ ബാക്കിയുണ്ട്. അപ്പൊ ഈ പെണ്ണാകോ എന്ന് അവിടെ പൊണ്ട് ഇവിടെ പൊണ്ടുന്നു. ഈ പണിയുള്ള പെണ്ണിനെ കിട്ടിയാൽ അങ്ങനെ തന്നെയാണ്. ഓഫീസിൽ പോകണോ എല്ലാം സാധ്യമായിട്ട്, പിന്നെ കുഞ്ഞിനെ നോക്കാനോ അതാക്കിയിട്ട് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോകണം. ആ ബാടൊക്കെ വാങ്ങിയ ഉമ്മാനാക്കി ഇട്ടണക്കില്ലേ കുഞ്ഞിനെ നോക്കുന്നു. ഇനി കുറേ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോലെ എനിക്ക് ചെയ്യേണ്ട പൈസ എല്ലാം എൻ്റെ അടുത്തുണ്ട്, നിങ്ങൾ പോയിക്കോ. 9 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞില്ല, നമ്മളിവിടെ വന്നിട്ടാണ് എനിക്ക് ജീവിക്കേണ്ട പൈസ ശമ്പളമായിട്ട് കിട്ടുന്നുണ്ട്, നിങ്ങളെ പൈസക്ക് ആഗ്രഹിക്കണ്ടില്ല, നിങ്ങൾക്ക് പോകാം. ആ അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫലാ തഖ്ലുസുൽ സൗജി ഖുലൂസൽ ഹറായിർ, സ്വതന്ത്ര സ്ത്രീകൾ ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെ ഭർത്താവിനോട് വേണ്ടിയിട്ട് എന്താ ഒഴിഞ്ഞു നിൽക്കാൻ കഴിയൂല. ഇവിടെ എന്താ ഛായാച്ചന്മാരിക്കും ചെയ്ത് വിളിക്കുന്നു, ബാബാ ഹലോ ഹലോ, ആ നിങ്ങൾ പറമ്പിട്ട് പൈസ ഞാൻ പോകുന്നത്, ഓൾക്ക് വലിച്ചപ്പാടാണ്. അപ്പൊ 2 കാരണം പറഞ്ഞ്, വലതുണ്ടായാൽ എന്താക്കി അടിമയായി മാറും. മറ്റൊന്ന് പെണ്ണിന്റെ ബുദ്ധിമുട്ട്. വലി അന്നൽ മൗല യഖ്ദിറു അല ഇസ്തിഖ്ദാമിഹ കൈഫമാ യുരീദു, മൗലാക്ക് പറ്റുമോ ഇങ്ങനെ എപ്പോൾ ആഗ്രഹിക്കുന്ന ഹിദമത്ത് എടുപ്പിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഇവനിലേക്ക് എപ്പോൾ വലിയ ഞാനവിടെ പണിയിലുള്ളൂ. അത് ഫിസ്സഫരി വൽ ഹദറിലായാൽ. ഇനി വഅല ബൈഇഹാരിൽ ഹാദിരി വൽ ബാദി, ആ പെണ്ണിനെ വിൽക്കാനും അധികാരമുണ്ട് മൗലാക്ക്. വഫീഹി മിൻ ഇഖ്തിലാലി ഹാലി സൗജി വഔലാദിഹി, അതുകൊണ്ട് സൗജിന്റെ ഹാലും സൗജിന്റെ കുട്ടികളെ ഹാലും വളരെ പ്രയാസകരമായി മാറി. ലാ മാലാ മസീദ്, അതിന് കൂടുതലൊന്നും പറയേണ്ടിയില്ല. അതുകൊണ്ടുണ്ടായ ബുദ്ധി. അപ്പം ഈ ബുദ്ധിമുട്ടെല്ലാം സഹിച്ചു കൊണ്ടിട്ട് പെണ്ണോട്ടാണെങ്കിൽ എന്ത് വേണോ, ഒന്ന് പൈസ ഇല്ലാണ്ട് നിൽക്കണം, ഹൃദയത്തിനെ കെട്ടാൻ പൈസ ഇല്ലാണ്ട് നിൽക്കുമ്പോഴോ, കെട്ടിയിട്ടില്ലെങ്കിൽ ഇവരെന്താക്കും മറ്റേ തെറ്റിലേക്ക് പോകുമെന്നുള്ള സാഹചര്യം വന്നാൽ അത്യാവശ്യത്തിന് മാത്രമുള്ള അവസ്ഥയാണ് അതിനില്ലേ. ഇനി വലിയ അന്നഹ മുംതഹിനത്തും മുബതദിലത്തുൻ എന്ന് മാത്രമല്ല, ഭർത്താവിൻ്റെ കീഴിൽ അടങ്ങി നിൽക്കാൻ പറ്റൂല. അവളെന്താക്കാം എല്ലാ പണിക്കും പോകണം, എല്ലാ ഹിദമത്തും കൊടുക്കണം, അങ്ങനെ എല്ലാം വരും. ഹറാജത്തം വല്ലാജ, ഹല്ലാജത്ത് എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് പുറത്തോടെല്ലോ പോകണം, സയ്യിദ് പറഞ്ഞേക്കും. വല്ലാജ അങ്ങനെ പോയി തിരിച്ചു വരണം. അപ്പോൾ ഇവർക്ക് എപ്പോഴാണ് റസുള്ള, അങ്ങനെ പല കാരണങ്ങൾ. അപ്പൊ ഇത്ര മാത്രം ദുല്ല് പ്രയാസങ്ങളും പെണ്ണ് സഹിക്കണ്ടില്ലേ, അത് ശാരീരത്തുൻ ഇല നാക്കിയായ ഭർത്താവിനെ ബാധിക്കും. അത് അതിനില്ലേ വൽ ഇസ്സത്തു ഹിയ ലായിഖത്തു ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് ലായിക്കാതെ ഇസ്സത്തോടെ ജീവിക്കലാണ്. അപ്പൊ റുഖ്സക്ക് കാരണം അപ്പുറം പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇത് ഒഴിവാക്കാനുള്ള ഇല്ലത്തുകളാണ് എല്ലാം. ഒലിയന്ന മഹ്റഹ ലിമൗലാഹ, മഹർ കൊടുത്ത ഓക്ക് കൊണ്ടുപോലെ സയ്യിദ് കൊണ്ടുപോകും, ഓക്ക് കിട്ടൂല. ഫലാ തഖ്ദിറു അലാ തമത്തുഅ ബിഹി, മഹർ കൊണ്ട് അവളെ ഒരു ആവശ്യം നിർവഹിക്കാൻ എന്താക്കൂല, സയ്യിദ് സമ്മതിക്കൂല. അപ്പൊ പെണ്ണിന്, അപ്പൊ ആണിന്റെ ഭാഗത്തുകൊണ്ട് പെണ്ണിന്റെ ഭാഗത്തും ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നുണ്ട്. ഇനി വല അലാ ഹിബത്തിഹി ലിസൗജി, സൗജിന് ഹിബത്താര് തിരിച്ചു കൊടുക്കാനും പറ്റൂല. സൗജിന്റെ പൈസ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ തരാന്നുണ്ടെന്നോ അത് കൊടുക്കാൻ കഴിയൂല. ഫലാ യൻതദിമു അംറുൽ മൻസിലി, അതുകൊണ്ട് പൊരയിലുള്ള കാര്യമൊന്നും ഓർമ്മയൊത്ത് വരൂല. ഇത്രയും പ്രശ്നങ്ങളുണ്ടല്ലോ. അതിനാണ് എന്താക്കി കർശന അവസ്ഥ കൊണ്ടുവന്നു. അതേ അവസരം ഇവന് സാമ്പത്തികമായിട്ട് ഉള്ള നിലപാട് ഒപ്പിക്കുകയും വേണം, അനാവശ്യത്തിൽ പോകാതിരിക്കുകയും വേണം. അതെന്താക്കുക ദുഷ്ട കൊടുത്തേ ഉള്ളൂ. ഇനി വല്ലാഹു ഗഫൂറുർ റഹീം,
വല്ലാഹു ഗഫൂറുൻ ലിമൻ യസ്ബിർ റഹീമൻ ബിർറുഖ്സതി വതൗസിയതി. അതാ ക്ഷമയില്ലാത്ത ആളുകൾക്ക് എന്താക്കും അല്ലാഹു തആല ഗഫൂറാണ്, ഈ റുഖ്സ കൊടുത്തുകൊണ്ട് റഹീം. ഫനിക്കാഹുൽ ലമതി ഇൻദ തൗലി വൽ ഖുദ്റതി അലാ നിക്കാഹിൽ ഹുർറതി ലാ യഹില്ലു. അപ്പൊ ഈ രണ്ട് ഷർത്തില്ലേ, അമത്തിനെ കെട്ടല് പൗലിന്റെ നേരത്ത്, എന്താ സാമ്പത്തിക ശേഷി ഉള്ളപ്പോൾ കെട്ടല്, അതുപോലെ ഹുർറത്തിനെ കെട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ലാ യഹില്ലു ഇന്റെ ഷാഫി ഇമാമിന്റെ അടുക്കൽ സഹിയേ അല്ല, ഹലാലേ അല്ല. വൈന്ദൽ ഹനഫിയ്യത്തി, ഹനഫി മദ്ഹബിലോ യഹില്ലു മാലം യകുൻ ഇൻദ ഇംറഅത്തുൻ ഹുർറത്തുൻ, ഹുർറത്തായ പെണ്ണ് ഇവന്റെ കീഴിലില്ലാത്തപ്പോൾ ഹലാലാണ്, ഉണ്ടെങ്കിലോ നപ്പെണ്ണ് വരും, പിന്നെ വേറെ കെട്ടാൻ പോകുന്നു. അതുകൊണ്ട് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആയത്തിന്റെ ലാഹിറുണ്ട് പിടിച്ചു. എന്നിട്ട് വഖാല ലാ യജൂസു നിക്കാഹുൽ അമതി ഇല്ലാ ബി സലാസതി ശറാഇത, 3 ഷർത്തുക്കണം. രണ്ടെണ്ണം അത്രയും പറഞ്ഞു എന്നല്ലോ. ഒന്ന് സാമ്പത്തികം ഇല്ലാതിരിക്കണം, മറ്റൊന്ന് അനത്തിനെ പേടിക്കണം, അല്ലേ? അതോടൊപ്പം തന്നെ ഇവനിക്ക് ലായിക്കായ ഒരു പെണ്ണിപ്പം നിലവിലില്ലാണ്ടിരിക്കും വേണം, അതും കിട്ടുമല്ലോ. ഇസ്നാനി ഫിൻ നാക്കിഹി, ഒന്ന് അദമു ഖൗലിൽ ഹുർറ വ ഖശിയത്തുൽ അനത്ത്, അത് മത്തിനില്ല. വസ്സാലിസു ഫിൽ മൻകൂഹത്തി വഹിയ അൻ തകൂന അമത്തുൻ മുഅ്മിനത്തുൻ ലാ കാഫിറ, കാഫിറത്തല്ലാത്ത മുഅ്മിനത്തായ ഒരു അമത്ത് അവിടെ ഉണ്ടായിരിക്കല്. അതാ മൻകൂഹത്തിനുള്ള ഷർത്ത്, നിക്കാഹ് ചെയ്യപ്പെടുന്ന പെണ്ണ്. വഇൻദ അബീ ഹനീഫത റളിയല്ലാഹു അൻഹു ശൈഉൻ മിൻ ദാലിക ലൈസ ബിശർത്തിൻ, ഇതൊന്നും ഷർത്തല്ലാന്നാണ്. അപ്പൊ ഫഹുവ ഹമല അദ്മൽ ഇസ്തിത്വാഅത്തി തൗലി, അപ്പൊ തൗലില്ല എന്ന് പറഞ്ഞ ഷർത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ തന്നെ ഇല്ല. വമല്ലം യസ്തതി എന്നല്ല തുടങ്ങിയത്, അത് അതാ അല അദമി മിൽക്കി ഫിറാഷിൽ ഹുർറ, ഹുർറത്തായ ഒരു പെണ്ണ് പിന്നെ ഇല്ലാണ്ടിരിക്കുക എന്നാണ് അതിനർത്ഥം കൊടുത്തത്. അതാ അല്ലായകൂന തഹ്തഹു ഹുർറത്തുൻ, അവന്റെ കീഴിൽ ഇപ്പം നിലവിലൊരു ഹുർറത്ത് ഇല്ലാതിരിക്കുക എന്നാണ് എന്നുകായന. വമല്ലം യസ്തതി തൗലൻ ഫഹീനഹിദ് യജൂസു നിക്കാഹുൽ അമ, അപ്പോൾ അമത്തിന്റെ നിക്കാഹ് പറ്റും. വഹമല നിക്കാഹ എന്നുള്ള ചുമത്തിയത് അലൽ വത്ഇ, വഹമല ഖൗലഹു മിൻ ഫതയാതികുൽ മുഅ്മിനാത്ത് എന്നതിനെ എന്താക്കി അലൽ അസ്ലി അഫ്ദലി, അഫ്ദലിന്റെ മുകളിൽ ചുമത്തി എന്ന് പറഞ്ഞാലോ മുഅ്മിനാത്തായ ഫതയാത്ത്. അത് നിക്കാഹുൽ അമത്തിൽ മുഅ്മിനത്തി അഫ്ദലു മിൻ നിക്കാഹിൽ കിതാബിയത്തി, അഹ്ലു കിതാബിൽപ്പെട്ട പെണ്ണുണ്ടല്ലോ, ആ ഷർത്തത്തെ പെണ്ണിപ്പം കിട്ടൂല. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ തൗറാത്ത് കൊണ്ടോ ഇഞ്ചീല് കൊണ്ടോ ഭേദഗതിക്ക് മുമ്പ് വിശ്വസിച്ച ആളായിരിക്കണം ഒറിജിനൽ. ഭേദഗതി വന്നാൽ അത് അള്ളാനെ തള്ളിയില്ലേ, അതിപ്പം ഇല്ല. അതായത് ഇവിടെ തലമുറ ഇങ്ങനെ എണ്ണി നോക്കിയാൽ ഒന്നുകിൽ അശ്ലി തന്നെ ഉണ്ടാകും, അല്ലെങ്കിലോ പുതിയ കൺവെർട്ട് ചെയ്തിട്ട് വരും, മറ്റേതെങ്കിലും മതത്തിൽ നിന്നോ കൺവെർട്ട് ചെയ്ത് അഹ്ലു കിതാബിന് അത് കൊണ്ടൂല, സബൂറുണ്ട് അഹ്ലു എണ്ണീം ചെയ്യൂല, ഫിഖ്ഹില് സബൂറുണ്ടൂല, അതുകൊണ്ടാണ് തൗറാത്തിന് അനുബന്ധം. അതേവസരം വാത്തൈന ദാമൂദ് സബൂറ എന്ന് പറഞ്ഞ അവസരം എത്തിക്കാതിൽ എന്താക്കും സബൂർ കിതാബ് എണ്ണീം ചെയ്യും. പക്ഷെ ഹുക്കുമ രണ്ടൊന്നാണ്. കിതാബ് വാങ്ങിയാളും മൂസാ നബി, ആയിരിക്കും തൗറാത്ത്, ദാവൂദ് അലൈഹിസ്സലാം. അപ്പൊ അഖീദയിലുണ്ടെന്ന് എന്ത് പറഞ്ഞു, 4 കിതാബ് എന്ന് പറഞ്ഞു. ഹുക്കുമിന് തൗറാത്ത് ഇഞ്ചീൽ. അത് തന്നെ ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ് ഭേദഗതി വ്യക്തിയിൽ വിശ്വസിച്ചാൽ അത് അല്ലാഹുവിന്റെ ഇലാഹിയായ കിതാബല്ല. അതുകൊണ്ടാണ് പറഞ്ഞ ഈ കാലത്ത് ഷർത്തക്കൂല അല്ല, അതിന് ബാക്കി ശുറൂത്ത് നോക്കുന്നുണ്ട്. അതായത് ഇവിടെ കുടുംബത്തിൽ ഈ രക്ഷിതാവിന്റെ പാരമ്പര്യം നോക്കുന്നു. ഭേദഗതിക്ക് മുമ്പ് അതായത് എണ്ണയാ കിട്ടാവുന്ന ഒരു ആബായിലേക്ക് ഉണ്ടാ, നമ്മളിവിടെ എണ്ണ 2-ാം പതിനപ്പുറം 3-ാമത്തെ എണ്ണം കഴിയില്ല. എൻ്റെ ഉപ്പാര വരുന്നതെന്ന് വെച്ചാൽ ഫഖറുദ്ദീൻ എന്ന് പറയുന്ന ഫക്കർക്കാന്ന നാട്ടുകാരെ വിളിക്കല്, ഓറുപ്പയാരെന്ന് വെച്ചപ്പോൾ കറന്നിടാം അവിടെ കുടുങ്ങി. അതനുസരിച്ച് ഇത്ര വ്യക്തമായിട്ട് എണ്ണപ്പെടുന്ന നസബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. ആദം അലൈഹി സ്വലാം വരെ എണ്ണേണ്ട കിതാബുണ്ടല്ലോ, പക്ഷെ അതിൻ്റെ അപ്പുറം ചില ദബുത്തിലും എൻ്റെ വായനാ ശൈലിയിലും ഉപ്പ മോനാകലും മോനുപ്പയാകലൊക്കെ ഇൽത്തിറാബ് വന്നുകൊണ്ടാണ് അത് പഠിക്കണ്ടെന്ന് 20 ഹസറാക്കി. ഇല്ലായിട്ടല്ല, ഇബ്നു ഹിശാമിലൊക്കെ ശരിക്കും ആദം അലൈഹി സ്വലാം വരെയും ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അഫ്ദൽ ഏതാന്ന്
കിതാബിയത്തായ പെണ്ണിനെ കിട്ടുന്നതിനേക്കാണ് ഫതയാത്തിക്കുമുൽ മുഅ്മിനാത്ത നല്ലത്. അപ്പം ഫജഅലഹു അലൻ നദ്ബി, അത് നദ്ബിന്റെ മുകളിലാണ്. വസ്തദല്ല അലൈഹി ബിവസ്ഫിൽ ഹറാഇരി മഅ കൗനിഹി ലൈസ ബിശർത്തിൻ, അതിന് വേണ്ടി തെളിവ് പിടിച്ചെന്താണ്? ഹറാഇർ എന്ന് പറഞ്ഞില്ലേ, സ്വതന്ത്ര സ്ത്രീകൾ, അത് ഷർത്തല്ല എന്നാണ്. ദഖാലഫി തൈസീറിൽ പറഞ്ഞു വമ്മ ഖൗലുഹു മിൻ ഫതയാത്തിക്കൽ മുഅ്മിനാത്ത് എന്നത് ഫഫീഹി ഇബാഹത്തുൽ മുഅ്മിനാത്ത്, മുഅ്മിനാത്തുകളെ ഹലാലായി കൊടുക്കല്. വലൈസ ഫീഹി തഹരീമുൽ കിതാബിയാത്ത്, ഹറാമാണെന്ന് അതിന് ദലീലില്ല. മുഅ്മിനാത്തുകളായ അപ്പൊ അതില്ല കിതാബിയാത്ത് ഹറാമാണെന്ന് ആ വാക്കിൽ നിന്ന് കിട്ടൂല എന്നാ പറയുന്നത്. അപ്പൊ ഓരോരുത്തർ ഇസ്തിദ്ലാലിന്റെ വജ്ഹ പറഞ്ഞത്. അപ്പൊ അങ്ങനെ പറഞ്ഞിടത്തോളം എന്തായിന്നറിയോ, ഖനിയായാലും ഫക്കീറായാലും അമത്തിനെ കട്ടിൽ ജായിസാണ് എന്നതിലേക്ക് എത്തിയത്. കാരണം സാമ്പത്തികം ഇല്ലാതിരിക്കണം എന്നത് ഷർത്തല്ല എന്നല്ല പറയുന്നത്. സവാഉൻ കാനത മുഅ്മിനതൻ ഔ യഹൂദിയതൻ ഔ നസ്റാനിയ, അതാ യഹൂദി നസ്റാനി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ യഹൂദി, ഇപ്പോഴത്തെ നസ്റാനിയല്ല. ഭേദഗതി വരുത്താത്ത, അതായത് മൂസ അലൈഹി ഇസ്ലാമിൻ്റെയും ഈസാ അലൈഹി ഇസ്ലാമിൻ്റെയും ഒറിജിനൽ തൗറാത്തിലും ഇഞ്ചീലിലും അവിടെ പിതാക്കന്മാർ കടക്കാൻ പാടില്ല. അത് കടക്കാതിരുന്നാലേ എന്താവുള്ളൂ, അനുവദിക്കപ്പെടൂ. ഇനി പറയാൻ പോകുന്നത് അന്നൻ നിക്കാഹ മീൻ സുനനിൽ മുർസലീൻ. ഇത് മുമ്പ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. മുർസലീങ്ങളെ സുന്നത്തിൽപ്പെട്ടതാണ്. വശർഅത്തുൽ മുഖ്ലിസീൻ ഇല്ല അന്നൽ ഹാല യഖ്തലിഫു ബിഹി ബിഖ്തിലാഫി അഹ്വാലിൻ നാസ്, ജനങ്ങളുടെ അവസ്ഥ മാറുന്നതനുസരിച്ച് ഹുക്മ് മാറിക്കൊണ്ടിരിക്കും എന്നാണ്. അതവിടെ നിക്കാഹിൻ്റെ അവിടെ ഫത്വൽ ഇതെല്ലാം പറഞ്ഞില്ലേ, നിക്കാഹിന് എത്ര ഹുക്മുണ്ട്? എന്തെല്ലാന്ന് ആകെ സെറായിന്റെ ഹുക്കം എത്ര ഉണ്ടാല്? 5 അല്ലേ? അസല് എന്തായിരിക്കും? അല്ല, 5 ഹറാമ് ബാധകാവുന്ന സാധനം വേറെ കാരണങ്ങളാണ്, അതിന്റെ നാട്ടിന് വേണ്ടിയിട്ടല്ല. എന്തുകൊണ്ട്? മുസ്തഫൈ തെറഫേനിയായ ഹലാല് എന്നാണ് അസല് ഹുക്കം. മുസ്തഫൈ തെറഫേനി എന്ന് പറഞ്ഞാലോ ചെയ്യുകയും ചെയ്യുക ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ആൾക്കാർ ഹലാലാണ്. ഇന്ന് രാവിലെ കട്ടൻ കാപ്പി കുടിക്കല് എന്താ ഹുക്കം പറഞ്ഞിട്ട്? മുസ്തഫൈ തെറഫേനി കുടിക്കുകയും ചെയ്യുക കുടിക്കാതിരിക്കുകയും ചെയ്യാന്ന് ഒന്നിനുമില്ല. ചിലപ്പോ എന്താവുന്നറിയോ, ഈ ചെയ്യുന്ന ഭാഗത്ത് രുചിഹാൻ വരും ചില കാരണങ്ങൾക്ക്. അന്നേരം എന്താക്കും, ഈ ഹലാലിൽ നിന്ന് ഒന്നിക്കിന് സുന്നത്തിലേക്കോ വാജിബിലേക്കോ കയറ്റും. ഇപ്പുറം ജായിസ് അല്ല എന്ന് പറഞ്ഞ ഭാഗത്ത് നിന്ന് എന്താക്കും, ഹറാമിലേക്കോ കറാഹത്തിലേക്കോ ഇങ്ങോട്ട് അത് കൂട്ടുകയും ചെയ്യും. തൂക്കം നോക്കി ആദ്യം മുസ്തഫി തെറഫേനി പറയാം, സുന്നത്തകലെപ്പാന്ന് ഇവനിക്ക് നിക്കാഹിന് ആവശ്യമുണ്ട്, ഇവന് ദീനിയായ കാര്യങ്ങൾക്ക് അത് മുടക്കമായി വരൂല, പൈസയുണ്ട് എല്ലാം ഒക്കെ ആണെങ്കിൽ സുന്നത്താക്കും. ആ സുന്നത്താകുന്ന അവസരത്തിൽ എന്താക്കി നേർച്ചയാക്കിയാൽ അത് വാജിബ്. അപ്പോൾ ആ ഭാഗം ഹലാല് വിട്ട് സുന്നത്തും മഅ്മൂറാത്തിന്റെ ഭാഗത്തല്ലേ ഉണ്ടാല് സുന്നത്തും. ഇനിപ്പുറം പറ, അല്ല തർഫീന് ചെയ്യാതിരിക്കാമെന്നല്ലേ, ചെയ്യാതിരിക്കാനുള്ള പ്രേരണ ഉണ്ട്. ഇവനിക്കൊരു താല്പര്യമില്ല, പെണ്ണിനെ പോറ്റിയും വേണ്ട, പെണ്ണുണ്ടല്ലേ വെക്കുന്നില്ല, കെട്ടി വെറുതെ മൂലക്കത്തും ചിലവേദന കൊടുക്കണ്ടേ. ഇനി കെട്ടിയിട്ടാകുമ്പോൾ പിന്നെ ദീനിനും മറ്റും കോട്ട ഉണ്ട്, അതൊന്നും നടക്കൂല, അവസാനം അടിപൊളിയായിരിക്കും, പെണ്ണുങ്ങളുടെ സ്വഭാവത്തിൽ ഒത്തുപോകുന്നില്ല എന്നുള്ള അക്കാരണം വെച്ചിട്ട് ഹറാമോ? അപ്പം റാത്ത് നോക്കിയിട്ടല്ല. ചിലർക്കുണ്ടാവും പെണ്ണുങ്ങളെ കണ്ടുകൂടാത്ത അലർജിക്കാർക്ക്, അപ്പൊ എപ്പോഴും അടിയായിരിക്കണ്ടേ. ഇനി പറയട്ടെ, മുപ്പറ ഹുക്കം പറയട്ടെ, എന്താ ഫഹുവ വാജിബും ബിന്നിസ്ബത്തി ഇലാ സാഹിബി തബഖാനി, കെട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ എന്താക്കും ഇതാവുന്ന കാണുന്ന ആൾക്ക് വാജിബാക്കും. അപ്പൊ ഇത് ചെയ്യാം എന്നുള്ള ഭാഗം മുൻതൂക്കായി. വമുസ്തഹബ്ബും ബിന്നിസ്ബത്തി ഇലാ മൻ കാന ഫീ ഹദ്ദിൽ ഇഅ്തിദാൽ, അവന്റെ ഇതിനുള്ള താല്പര്യം അതിര് വിട്ട് കടന്നിട്ടില്ല, മുഅ്തദിലാണ്, അങ്ങനെയാക്കി എന്താക്കും മുസ്തഹബ്ബാവും. വമക്റൂഹും ബിന്നിസ്ബത്തി ഇലാ മൻ അജസാനിൽ വിഖായി വൽ ഇൻഫാഖി, കൊടുക്കാൻ പൈസയുമില്ല, അവനിക്ക് എന്തില്ല, ശാരീരിക ശക്തിയുമില്ല. അപ്പൊ പിന്നെ എന്തിനാ ഈ പെണ്ണിവിടെ മുലക്കിടുന്നു? അപ്പൊ ആരെങ്കിലും പണ്ട് കഴിഞ്ഞോട്ടില്ലേ? രണ്ടിനും കഴിവില്ല. അങ്ങനെ വന്നാൽ മക്റൂഹാണ്.
അപ്പോൾ വയഖ്താറുൽ തസവ്വുജ്, ഇനി നിക്കാഹിന്റെ വേറെ മസല, തസവ്വുജിനെ തിരഞ്ഞെടുക്കണം. അൽ മർഅത ദാത്തി ദീൻ, ദീനുള്ള പെണ്ണെ തിരഞ്ഞെടുക്കണം. ഇത് കുറേ ഭാഗം മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഫൈനൽ മർഅത സ്വാലിഹത ഖൈറു മതാഇദ് ദുനിയ, സാലിഹത്തായ ഒരു പെണ്ണെന്ന് പറഞ്ഞാൽ ആരാണ്? ദുന്യാവിലെ മതായിൽ ഏറ്റവും ഖൈറായതാണ്. അതാ ഫൈന ബിഹാ യഹ്സുലുൽ തഫരീഖുൽ ഖൽബി അൻ തദ്ബീറുൽ മൻസിൽ, വീട് നിയന്ത്രിക്കൽ, അവിടെ പരിപാലനം ചെയ്യൽ എന്നതിനെ തൊട്ടിട്ട് കൽബിന് എന്താക്കാം, ഫാലികാക്കാൻ കഴിയും. വീട്ടിലെ കാര്യം അവള് നോക്കിക്കോളും. വത്തകല്ലുഫി ബിശുഗ്ലി തബഖി വൽ കൻസി വൽ ഫർശി, പാചകം ചെയ്യണം, അടിച്ചു വാരണം, എന്താണ് അലക്കണം, വിരിക്കണം, തട്ടിക്കൊട്ടണം, ഇങ്ങനത്തെ എല്ലാ പണിയില്ലേ, അത് കുറേ നടക്കും. തന്നീഫിൽ ലവാനി, പാത്രം വൃത്തിയാക്കൽ, തഹയ്യത്ത് അസ്ബാബിൽ മഈശത്തിൻ്റെ അസ്ബാബുകൾ ഒരിക്കലും ഇതെല്ലാം പെണ്ണുങ്ങൾ എടുക്കും. അപ്പോൾ അത്ര ഡ്യൂട്ടി എന്താക്കാം, ഇതെല്ലാം ഒക്കെ ഉദ്യോഗം ഉണ്ടായിട്ടല്ലേ ഈ പറയുന്നത്. പക്ഷെ ആദത്തനുസരിച്ച് അങ്ങനെ നടക്കും. ഇതിലൊക്കെ ഉദ്യോഗമുണ്ടാ. പിന്നെ ഫഇന്നൽ ഇൻസാന ലൗ ലം യകുൻ ലഹു ശഹവത്തുൽ വിഖാഇ ലതഅസ്സറ അലൈഹി അൽഐശു ഫീ മൻസിലിഹി വഹദഹു, ഒരു മനുഷ്യന് എന്തുണ്ട്, അവന് വിഖാഇന്റെ ശഹവത്ത് ഇല്ലാന്ന് തന്നെ വെച്ചാലും എന്തുണ്ട്, മൈഷത്തിന്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ ഒറ്റക്ക് കഴിയൂല. അപ്പം വിഖാഇന് വേണ്ടി മാത്രമല്ല അങ്ങനെ കഴിക്കുന്നു. ഇത് ലൗ തകഫല ബി ജമീ അശ്ഗാലിൽ മൻസിലി, വീട്ടിലുള്ള അശ്ഗാല് കൊണ്ടെല്ലാം സ്വന്തം നടത്താമെന്ന് വെച്ചാൽ അല്ലാത്ത അക്സറൗക്കാത്തി കുറേ സമയം പാടാവുള്ളൂ. പിന്നെ ഒരിക്കൽ ഡ്യൂട്ടിക്ക് പോകാൻ കഴിയില്ല. വലം യതഫറഗ ലിൽ ഇൽമി വൽ അമൽ, ഇൽമിനും അമലിനും വേണ്ടി ഒഴിഞ്ഞ സമയം കിട്ടൂല. അപ്പം അതിന് ഒരു സഹായം ഉണ്ടായി. ഫൽ മർഅത്തു സാലിഹത്തുൽ മുസ്ലിഹത്തു ലിൽ മൻസിൽ, മൻസിലിനെ നന്നാക്കി കൊണ്ടുപോകുന്ന ഒരു മർഅത്തു സാലിഹത്ത് മുഈനത്തുൻ അലദ്ദീൻ, ദീനിനെ സഹായിക്കുന്ന പെണ്ണയില്ലേ. എങ്ങനെ? ബിഹാദ തരി, ഈ രീതിയിൽ. വഖ്തിലാലു ഹാദിഹിൽ അസ്ബാബി ശബാഗിലു, ഈ കാര്യങ്ങളൊക്കെ മുഖ്തല്ലായിട്ട് എന്തായി, നമ്മളെ നാട്ടിൽ പറഞ്ഞ അൽക്കുൽത്തായി എന്ന് പറയും, ഒന്നും നടക്കുന്നില്ല. അതെന്താണ്? അതൊക്കെ ശുഗലുകളാണ്. വമുശബ്ബിശാത്തുൽ ലിൽ ഖൽബി, ഖൽബിനെ തശ്വീഷ് ഉണ്ടാക്കുന്ന സാധനമാണ്. വമുനഖിസാത്തുൽ ലിൽ ഐഷ്, ജീവിതത്തിനെ ഗുഡ്സാക്കുന്ന സാധനമാണ്. അപ്പോൾ ഒരാൾക്ക് എന്താക്കിയ ഒരു ഇണയും ഒരു തുണയുമായി. വലിദാലിക ഖാല അബൂ സുലൈമാൻ അദ്ദാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ അസ്സൗജത്തു സ്സാലിഹത്തു ലൈസത്ത് മിനദ് ദുനിയ എന്നാ മൂപ്പർ. ഇത് സാലിഹത്തായ ഒരു പെണ്ണാണെങ്കിൽ അത് ദുന്യാവിൽപ്പെട്ട പെണ്ണല്ല, ആഖിറത്തിലേക്കുള്ള മുതൽക്കൂട്ടാണ്. ഫഇന്നഹാ തുഫദ്ദിഖുക ലിൽ ആഖിറ, ആഖിറത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് സമയം കിട്ടും. ഇനി സുമ്മ ഇന്ന ബഅലഹും, ചിലരെന്താക്കിയത് ഇഖ്താറുൽ ബിക്റ, ബിക്റായ പെണ്ണിനെ തിരഞ്ഞെടുത്തു. അത് അവന്റെ താല്പര്യം എങ്ങനെയാണ്? ഇനിയോ വഖാലു ഇന്നഹാ തകൂനു ലക, ബിക്റായ പെണ്ണ് നിനക്ക് തന്നെ ഇരിക്കും. എല്ലാം എന്താക്കും, സയ്യിബാണെങ്കിൽ ആദ്യത്തെ പോയ ഭർത്താവിനെയും ഈ ഭർത്താവിനെയും തൂക്കിയിട്ട് അയാളല്ലേ ഞാൻ നീനക്കാണ കയറുന്നെല്ലാം തൂക്കുന്നു. അതാ വാമ്മ സയ്യിബായാൽ ഫഇല്ലം യകുൽ ലഹാ വലദുൻ, വലത് ഇല്ലെങ്കിൽ ഫനിസ്ഫുഹാലക, പകുതി നീ കഴിക്കും. വലതുണ്ടെങ്കിലോ നീക്ക് തീരെയില്ല, വലതിലേക്ക് മാറി. വഇൻ കാന ലഹാ വലദുൻ ഫകുല്ലുഹാ ലിഗൈരിക, വലത് ഉണ്ടെങ്കിൽ എന്താകും, അയാളുടെ ബോധി നഷ്ടപ്പെട്ടു, പുല്ലും അങ്ങോട്ടേക്ക് പോയി. തഅക്കുലു റിസ്ഖക വതുഹിബ്ബു ഗൈറക, നിന്റെ റിസ്ഖ് അവൾ ഭക്ഷിക്കുന്നുണ്ട്, സ്നേഹം വേറൊരാൾക്കും. വൽഹാസിൽ അന്ന ഇഖ്തിയാറ നിക്കാഹിൽ മംലൂക്കാത്തി റുഖ്സത്ത്, മംലൂക്കാത്തായ പെണ്ണ് നിക്കാഹ് ചെയ്യാന്ന് പറഞ്ഞില്ലേ, അത് റുഖ്സയാണ്, വാജിബൊന്നുമല്ല. റുഖ്സ പറഞ്ഞില്ലേ. വസ്സബ്റു അൻഹു അസീമത്തുൻ, അവിടെ പോയി കെട്ടാണ്ടിരിക്കൽ എന്താന്ന് അസീമത്താണ്. ഉണ്ടേ അസീമത്തും റുഖ്സയും നവം പഠിച്ച പോലെ വേറാരും പഠിച്ചിട്ടുണ്ടാവില്ല. വലാ റൈബ അന്നൽ അസീമത്ത് ഔല, അസീമത്താണ് ഔല. നമ്മളെല്ലാ വിഷയത്തിലുണ്ട് അസീമത്ത് റുഖ്സ, അസീമത്ത് റുഖ്സ ശറഈന്റെ എല്ലാ ഹക്കാമിലും. ബിഅന്നഹു ബിസ്സബ്രി യതറക്കൽ അബ്ദു ഇല ദറജാത്തിൽ ഉല, കാരണം ഈ അസീമത്ത് എടുത്താൽ അതിന്റെ സബറല്ലേ, സബർ എന്നുള്ളത് വലിയൊരു ഹാലാണ്, ദർജാത്തുൽ ഉലയിലേക്ക് എത്തും. ഇനി സുമ്മ ഇന്ന റഹ്മതഹു തആല ലിഇബാദിഹി,
അള്ളാഹുവിൻ്റെ ഇബാദിന് അല്ല കാണിക്കുന്ന റഹ്മത്ത് ഔസഅമിന്നന്തുദ്കറ പറഞ്ഞാൽ തീരൂല, അതിനേക്കാണ് വിശാലമാണ്. അപ്പം അള്ളാഹിൻ്റെ ഏത് ഹക്കാമിൽ എന്താക്കും? അസീമത്തുകാർക്ക് അസീമത്ത് കൊണ്ട് കൽപ്പിക്കും, റുസക്കാർക്ക് റുസ കൊണ്ട് കൽപ്പിക്കും. ചിലപ്പോൾ റോഷക്കാർ കൊടുക്കുന്ന റോഷ എന്താക്കൂല, അസീമത്തുകാർ കൊടുക്കൂല. കണ്ണു കാണാത്തൊരു സഹാബി ഉണ്ടായിട്ടില്ലേ, അബ്ദുല്ലാഹിബ്നു മക്തൂം അല്ലേ? മൂപ്പറ് കണ്ണ് കാണൂല, രാത്രി ആയാൽ പിന്നെ പറയാനില്ല, കൈ പിടിക്കാൻ ആളില്ല, ഒറ്റയടി പാതയിലേക്ക് കൂടി വരണം, മഴയാ മാറ്റം ഏതെങ്കിലും വെഴുക്കുണ്ടാകും, എന്തെല്ലാം റുസകളുണ്ട് അവർക്ക് അല്ലേ? ആ, റുക്സ കിട്ടുന്നെങ്കിൽ എല്ലാ റുക്സയും കിട്ടേണ്ട ഓർക്കാം. എന്നിട്ടോ ആദ്യം എന്താക്കി, ഞാൻ കാരണം പറഞ്ഞ ബന്ധം പേർക്ക് നിൽക്കിച്ചുണ്ട്, റെഡി, റുക്സ വിട്ടു. അത് ശറഈന്റെ ഒരു ഹുക്മാണ്. എന്താണ് റുക്സന്റെ കാരണം കൊണ്ടുള്ള ആളുകൾക്ക് റുക്സ കൊടുക്കല് ശറഈന്റെ അനിവാര്യമല്ലേ? പക്ഷെ ഇവർ റുക്സ നിൽക്കേണ്ട ആളല്ല, അസീമത്തിന്റെ ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾക്ക് അറിയാം. അവിടെ എന്താക്കുക, ബാങ്ക് കേൾക്കുവോ? ആ, മനുഷ്യൻ്റെ ഒന്നോണം, അതേതാ? അപ്പം ഇസ്കാത്തിൽ മറ്റൊക്കെ ഹദീസ് ഓതുമ്പോൾ റുക്സകൾ കുറേ കാണും. അല്ല, ഫിഖിന്റെ കിതാബ് നോക്കിയാൽ ബനിയനിട്ടിട്ട് പോണ്ടി ഒരു കുപ്പായം നനഞ്ഞു പോയിട്ടോ ഇല്ലായിട്ടോ, അപ്പം ആളുടെ ഇത് ബനിയനിട്ടിട്ട് പോകുന്ന അണക്കേടാന്ന് ജമാഅത്തിന് പോണ്ട, ചാറ്റൽ മയണ്ടായി മതി, വെയിൽ കൊള്ളുന്നുണ്ടെങ്കിൽ പോണ്ട. ഇതെല്ലാം ഫുഖഹ കടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അബ്ദുല്ലാഹിബ്നു മക്തൂമിന് ഉള്ളത്തര റുക്സ ബാറായിരിക്കില്ല, ഓരോരുത്തരും പള്ളിയിലേക്ക് എത്തിക്കൊള്ളും. അപ്പോൾ വൈരുദ്ധ്യമില്ലേ, ഫിഖും ഹദീസും വൈരുദ്ധ്യമില്ലേ? അതിനാദ്യം നമ്മളെ കള്ളന്മാർക്കാന്ന് എന്ത് പറയുന്നത്, ഈ റുക്സകളൊക്കെ ഫിഖിലുണ്ട്, എങ്ങനെയെങ്കിലും നന്നിട്ട് ഇളവെല്ലാം കൊടുത്തിട്ട് എന്താക്കുക, 100% അത് കൊടുത്തിട്ട് 99 കൊടുത്തിട്ട് ഒന്നെടുത്തുന്ന് പറയും. മറ്റോറെന്താക്കുന്നത്, 100 എടുക്കണ്ടാക്ക് 99 കൊടുത്തപ്പോൾ ഒന്നിൻ്റെ മൈനസ് വരും. അത് ഏതുപോലെയെന്നറിയോ? നമ്മൾ തളിപ്പുറം UP സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 95 മാർക്ക് കിട്ടി, 5 മാർക്ക് കുറവ്. 4 മാച്ച് തച്ചിട്ട് എന്താക്കിയെന്നറിയോ? പുറത്ത് കെയിൻ്റെ അടയാളുണ്ട്. അതേ അവസരത്തിൽ വട്ട 0 കിട്ടിയാൽ ഒന്നും നട്ട ക്ലാസ് കൊണ്ട് പോയിക്കൊന്നു ഇതുണ്ടാ അവിടെ. 95 മാർക്ക് കിട്ടിയാൽ കട്ടി. അത് നമ്മ അസീമത്തിൻ്റെ ആളെന്ന് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ 100 മാർക്ക് വാങ്ങണ്ടാക്ക 5 മാർക്ക് മൈനസ് വന്നതിനാ ശിക്ഷ. നമ്മ ആരാന്ന്? അസീമത്തിൻ്റെ ആളാണ്. മറ്റോ 100% തോറ്റിട്ട് പോയിട്ട് നീ പോയിക്കോ എന്ന് അടുത്ത ക്ലാസ്സിൽ കയറ്റുന്നുണ്ടെങ്കിലോ ഓ റുസന്റെ ആളാന്ന്, ഓൻ വന്നാലും നിരക്കില്ല, വന്നിട്ടില്ലേ നിരക്കില്ല. അപ്പൊ ഇത് തന്നെയാണ്. അപ്പൊ മറ്റോനിക്ക് ഫിഖ്ഹായി, നമുക്കെന്താകി തസവ്വുഫ് പോയി. എന്താ ഉദാഹരണം ഇതിനാ അനുഭവം അറിയുന്നു. എന്നിട്ടോ നാരായണ മാഷോടൊക്കെ നമുക്ക് എന്തെങ്കിലും വെറുപ്പുണ്ടോ? അതില്ല. എന്തായാലും എന്തുകൊണ്ട്? അയാൾ നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയുന്നതാണ്. നമ്മളെ ഗുണകാംക്ഷയാന്ന് മനസ്സിലാക്കി. പണ്ട് ഒരു മാഷിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് കടുത്ത ശിക്ഷ കിട്ടിയിട്ട് അവസാനം കുട്ടിക്ക് എന്തായി, ആ മാഷോട് ദേഷ്യം വന്നു. അപ്പൊ ഈ മാഷ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. എങ്ങനെ വേണോ, ഇയാൾ ഉറങ്ങുന്ന പക്കത്തിന് മുകളിൽ കയറിയിട്ട് ഒരു കല്ലുമായിട്ട് കയറിയപ്പോ ഭാര്യ ചോദിക്കുന്നു, ഇതൊന്നും കണ്ടില്ല, ഭാര്യ ചോദിക്കുന്ന പോലെ, ആ കുട്ടി നന്നായി പഠിക്കുന്നൊരു കുട്ടിയല്ലേ, നിങ്ങൾ എന്താ ഇത്ര ശിക്ഷ കൊടുത്തത്? അത് ഓനെ ശിക്ഷിക്കാനല്ല, ഓൻ കുറച്ചും കൂടി ഇനിയും കിട്ടിയ മാർക്കിനാണ് ഉപരി കിട്ടാനുള്ള താല്പര്യം കൊണ്ട് ഞാൻ ശിക്ഷ കൊടുത്തത്. ഇതാദ്യമൊക്കെ ഇവൻ കല്ലിടാൻ പോയവരെന്താ, എന്നോട് ഇത്ര കാരുണ്യമുള്ള അധ്യാപകനല്ലേ ഇയാള് എന്നുകൊണ്ട് പിന്തിരിഞ്ഞു. പഠിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് അദ്ദേഹം വലിയ ആഗ്രഹക്കാരനാണ്. മമ്മൂലാർക്കാരെ മക്കൾ പറഞ്ഞു മാർക്ക് വാങ്ങാൻ പാടില്ല എന്നായിരുന്നു. ഇപ്പൊ ഉണ്ടാകുമ്പോ മരിക്കോട്ട് 30 ഹെഡ് മാസ്റ്ററായില്ലേ, അക്കാലത്ത് എൻ്റെ പേര് കണ്ടി നോട്ടീസിൽ അവിടെ വയലിൻ്റെ. ഇത് തളിപ്പറമ്പിലെ മുലാൾക്കാരെ മോനല്ലേ, ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥിയാണ്, ഒന്നെനിക്ക് കാണാൻ താല്പര്യമുണ്ട്, ഒന്ന് കൈ പിടിക്കണം, അതുകൊണ്ട് നിങ്ങൾ അവന് അനുവാദം ഉണ്ടാക്കി തരുമോ? എൻ്റെ അടുത്ത സെക്രട്ടറി വന്നിട്ട് പറഞ്ഞ്, നാരായണ മാഷ് നിങ്ങളൊന്ന് കാണണം പോലെ, നിങ്ങളെ അധ്യാപകനാണ്, നമ്മൾ വന്നോട്ട് എന്താ ഇപ്പം, അല്ല ഞാൻ അങ്ങോട്ട് പോവാം. സ്കൂളിൽ വിട്ടപാടോട് പഴയ മിറ്റത്തേക്ക് നാരായണ മാഷ് ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമല്ലേ, എൻ്റെ അരുമ ശിഷ്യനാണ് നിങ്ങൾ.
ഒരിക്കൽ ഞാൻ മാട്ടൂന്ന് വരുമ്പോൾ നരിക്കോട്ടെന്ന് ബസ്സിൽ കയറി. ഞാൻ എന്താ കടിച്ച് സീറ്റ് കൊടുത്തു. ഞാൻ നിങ്ങൾ അല്ല നിങ്ങൾ അവസാനം രണ്ടാം സീറ്റില്ല. അപ്പൊ ഇപ്പൊ മനസ്സിലായ. അപ്പൊ ഫിഖിന്റെ കിതാബ് റുഖ്സകളെ അങ്ങോട്ട് ഉണ്ടാക്കും. അങ്ങനെയാണല്ലോ അത്. അതിന്റെ അഹിലുകാർക്ക് അത് കിട്ടുമല്ലോ. വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അതല്ല. നമ്മൾ പണ്ടേ ഉദാഹരണം പറഞ്ഞ നോക്കാതെ കൊണ്ട് 35 പാസ് മാർക്ക് വാങ്ങി രക്ഷപ്പെടുന്ന ആളുണ്ട്, 100 110 വാങ്ങുന്ന ആളുണ്ട്. രണ്ടും രണ്ടല്ലേ? അതിനെന്തല്ലോ പേരുണ്ടല്ലോ, A+B+ എന്തെല്ലോ ഇസ്ലാഹത്തുണ്ടല്ല. മറ്റവർക്ക് നുക്സാനാണ്. കമാലിലേക്ക് എത്തേണ്ട ആള് നുക്സാനിലാക്കുമ്പോൾ അത് നുക്സാനായിട്ട് കാണുന്ന, കമാലായിട്ട് കാണൂല. അതേ സ്ഥലത്ത് പറ്റ 0 നിൽക്കുന്ന ആൾക്ക് 1 കിട്ടുക എന്നുള്ളത് ഒരു കമാലായിട്ട് കാണും. അത് ഹെയ്യിലില്ലേ വൈത്ത് കനക്കസൽ കാമിലേന കറസിൻ വലം അറഫി ഉയൂബിന്നാസി ഐബ കനക്കസൽ ഖാദിരീന അലൽ കമാലിയൻ ഹെയ്യിലുണ്ട്. വലം അറഫി ഞാൻ കണ്ടിട്ടില്ല ഐബൻ. വലം അറഫി ഉയൂബിന്നാസി ഐബൻ, ജനങ്ങളുടെ ഐബിൽ നിന്ന് ഞാനൊന്ന് ഐബായി കാണുന്നില്ല. കനക്കസിൽ കാമിലീന ഖാദിരീന അലൽ കമാൽ, കമാല് സമ്പാദിക്കാൻ കഴിയുന്ന ആൾക്ക് ദേശം നുക്സാൻ വരുന്നതാണ് ഏറ്റവും വലിയ ഐബായി ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് എന്താക്കണം, മുജ്തഹിദീങ്ങൾക്ക് തഖ്ലീദ് പാടില്ല എന്ന് പറഞ്ഞതിന്റെ ഉസൂലി പറയുന്നതിന്റെ കാരണം എന്താണ്? ഇജ്തിഹാദിന് കഴിവുള്ള മുജ്തഹിദീങ്ങളായ ആളുകൾക്ക് തഖ്ലീദ് പാടില്ല എന്നല്ല പറഞ്ഞു. അതിന് കഴിവില്ലാത്ത ആൾക്ക് തഖ്ലീദ് വാജിബാണ്. എന്തുണ്ടത്? അവരെന്താക്കും, മറ്റൊരാളെ എഴുതിയ വായിക്കാനേ കഴിയുള്ളൂ. അന്നേരം ഇവരെ ബുദ്ധി പണയം വെക്കലേ. ഇജ്തിഹാദാകുന്ന കഴിവ് ഉപയോഗപ്പെടുത്തണ്ടായി. അത് നന്ദി കടന്ന നന്ദികേടിലേക്ക് എത്തുന്നത് കൊണ്ട് ഈ തഖ്ലീദ് ഹറാമായി. ഇവനിക്ക് അന്ന് കൊടുത്ത നിയമത്തിലുള്ളത് ഉസൂലുകൾ എടുക്കുക, അതുപോലെ തന്നെ നുസൂസുകൾ എടുക്കുക, എന്നിട്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് ഹുക്മ കണ്ടെത്താന്നുള്ള കുറെ അള്ളാഹു കൊടുത്ത നിയമത്തിന്റെ ശുക്രം. അപ്പൊ ഉസൂൽ ഫിഖ് പറയുന്നതെല്ലാം ശരിക്കും ഖുർആന്റെ കാനൂന് തന്നെയാണ്. തഖ്ലീദ് എന്ന ആരെങ്കിലും തഖ്ലീദാക്കലിനല്ല അതിന്റെ മകന. അറിയാത്ത ആ വിഷയത്തിൽ അറിവുള്ളവനാണെന്ന് ബോധ്യപ്പെട്ട ആളെ അഭിപ്രായം സ്വീകരിക്കലാണ് ആ തഖ്ലീദ്. അതിലാണ് കണ്ടോനെ ബൈബിളെല്ലാം അഭിപ്രായം സ്വീകരിക്കുന്നു എന്നിട്ടാണ് പറയുന്നത്. ഇനിയൊന്നോ അവർ തെളിയിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തഖ്ലീദ് പോയും ചെയ്തു. അല്ല നമ്മൾ ജഫറത്തിന്റെ സറയിൽ നോക്കിയത് ഇന്നതാണ് ഇന്ന തെളിവ് എന്ന് കിതാബിന്റെ നക്കല് പറഞ്ഞു കൊടുത്താൽ തഖ്ലീദിന് പോയും ചെയ്തു. അപ്പൊ ഫത്തുൽ മൈൻ ഒന്നാണെന്നൊക്കെ മഹല്ലിയും കൂടെ ഓതിയാൽ തഖ്ലീദ് പോയി. ഹാലില്ലി ദലീലി വത്താലീലി എന്നൊന്നില്ലേ? പഠിപ്പൽ ശരിയല്ലേ? വലിദാലിക ഖാല വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞത് അല്ലാഹു തആലാന്റെ ഇത് റഹ്മത്തിന്റെ വിശാലത സൂചിപ്പിക്കാനാണ്. വമിൻ ജുംലത്തി റഹ്മത്തിഹി, അവന്റെ റഹ്മത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ബയാനു തറായിഖി മൻ സലഫ വതഖദ്ദമ മിൻ അഹ്ലി റഷാദ്, ഹിദായത്തിന്റെ ഉടമകളായ റഷാദിൻ അഹ്ലുകാരായ മുൻഗണിഞ്ഞവരുടെ തരീഖ് നമുക്ക് പറഞ്ഞു തരിക. ഇതിനാലി അസ്ലുക്കും മനാഹിജഹും, അവരുടെ മൻഹജിലിയ ഇവരെന്താക്കണം, പിന്തിയ ആളുകൾ പ്രവേശിക്കണം. സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നല്ല പറഞ്ഞു. അൻഅംത അലൈഹിം എന്താക്കി ചരിത്രം അപ്പുറം പറയൂ. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം, കുറേ അമ്പിയാക്കളതും ഔലിയാക്കളുടെ ചരിത്രമുണ്ട്. ഇതാണ് അവരാണ് സിറാത്തല്ലദീന അൻഅംത അലൈഹിം നിങ്ങൾ ചോദിക്കുമെന്ന് പറയും. അപ്പൊ സലഫീ മുൻകഴിഞ്ഞ ആളുകളുടെ സംഭവം പറയും. എന്നിട്ട് വയനാലുൽ മുറാദ്, അതോടുകൂടി എന്താക്കി ഈ സുലൂക്ക് ചെയ്ത ആളുകളുടെ മുറാദ് കരസ്ഥമാവുകയും ചെയ്യും. യുരീദുല്ലാഹു ലിയുബയ്യിന ലക്കും വയഹ്ദിയക്കും സുനനല്ലദീന മിൻ ഖബ്ലിക്കും വയതൂബ അലൈക്കും വല്ലാഹു അലീമുൻ ഹകീം. യുരീദുല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നു, ലിയുബയ്യിന ലക്കും, അതിനാ ലീക്ക് ശേഷം എന്താക്കും, ഒരു അന്ന സങ്കല്പിക്കും. അങ്ങനെ ശ്രദ്ധിച്ചാലേ
ലി എന്ന് പറഞ്ഞപ്പോൾ അതിനടക്കുണ്ടാകും അന്ന്, എന്നിട്ട് ആ അന്നിൻ്റെ മധുഹോലായിരിക്കും യുബയ്യന, അവതാ പാടെ നസ്ബ് ചെയ്യും. അതാണ് മുമ്പ് അത് വ്യക്തമാക്കി യുരീദു അഞ്ചുബയ്യനക്കും ആ കളയപ്പെട്ട അന്നെന്താക്കി അവിടെ കൂട്ടിപ്പിടിച്ചു. മാഹുവ ഖഫിയ്യുൻ അൻകും മിൻ മസാലിഹിക്കും, നിങ്ങളുടെ മസ്ലഹത്തായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് അവ്യക്തമായ കാര്യം അല്ലാഹു തആല വെളിവാക്കി തരും എന്ന് പറഞ്ഞു. കണ്ടാ, വമാ തഅബ്ബദകും ബിഹി മിനൽ ഹലാലി വൽ ഹറാം, ഹലാലി ഹറാമിനാൽ നിങ്ങൾക്ക് അനുസരിക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച നിയമങ്ങളുണ്ടല്ലോ അതും വെളിവാക്കി തരും. അത് അള്ളാഹിൻ്റെ ഒരു ഉദ്ദേശമാണ്. തബീൻ. രണ്ടാമത്തതോ ഹിദായത്ത്. വജഹദിയക്കും സുനനല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ സലഫുസ് സാലിഹീങ്ങളുണ്ടല്ലോ അവരുടെ മാർഗങ്ങളെ അതിലേക്ക് ഹിദായത്തിലാക്കാനും. ഐ യദുല്ലുക്കും അലാ മനാഹിദി മൻ തഖദ്ദമക്കും, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മിനൽ അംബിയാഇ വസ്സാലിഹീങ്ങളുടെ പാത എന്താക്കും, ഇതാണ് അവർ സഞ്ചരിച്ച മാർഗം എന്ന് കാണിച്ചു. എന്തിനാ? ലിതഖ്തദൂ ബിഹിം, നിങ്ങൾ അവരോട് പിൻപറ്റാൻ വേണ്ടി. അപ്പോൾ അവർ ഇമാമിയങ്ങളായി, നമ്മൾ മഅ്മൂമിയങ്ങളായി. വയതൂബ അലൈക്കും, മൂന്നാമത്തത് അള്ളാഹിൻ്റെ താല്പര്യം പറയുന്നത്. യതൂബ അലൈക്കും യർജിഅ ബിക്കും അൻ മഅസിയതിഹി ഇലാ ത്വാഅതിഹി, അവൻ്റെ മഅസിയത്ത് ചെയ്യലിനെ തൊട്ട് നിങ്ങളെന്താക്കും, പിന്തിരിപ്പിച്ചിട്ട് താഅത്തിലേക്ക് എത്തിക്കും. അത് തൗബൻ്റെ ഒരു മാന കൊടുത്തതാണ്. അതെങ്ങനെയാ? ബിത്തൗഫീഖി ലിത്തൗബത്തി മിമ്മാ കുൻതും അലൈഹി മിനൽ ഖിലാഫ്, ദീനിനെതിരായ പ്രവർത്തനങ്ങളാൽ നിങ്ങൾ എന്തെങ്കിലുണ്ടോ അതിൽ നിന്ന് തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല തൗഫീഖ് ചെയ്യലി. വല്ലാഹു അലീമുൻ ബിക്കും ഹകീമുൻ ഫീമാ യുരീദുഹു ബിക്കും ലക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല ഉദ്ദേശിച്ച മൂന്ന് കാര്യം, ഒന്ന് തബയ്യീൻ, മറ്റൊന്ന് ഹിദായത്ത്, അടുത്തത് തൗബ. അതിൽ ഹക്കീമാണ്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അതാ ബയാനുൽ കമാലി മൻഫഅതി മാ അറാദഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആ മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ അതിൻ്റെ മൻഫഅത്ത് പൂർണ്ണമാക്കാനുള്ള ബയാനാണ് ഇത്. കമാലു മലറത്തി മാ യുരീദുൽ ഫജറ, ഫാജിദീങ്ങളായ ആളുകൾ ഉദ്ദേശിക്കുന്ന ഒന്ന് അങ്ങേയറ്റത്തെ മലറത്താണെന്നും, അതുകൊണ്ട് ഫലാ തക്റാർ. അതുകൊണ്ട് ഈ ആദ്യം എണ്ണിയ മൂന്നാമത്തെ ഒരു വയത്തൂബാലേക്കുണ്ട് അല്ലേ, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും ഉണ്ട്, അത് തക്റാർ. ലഫ്ളിൽ തക്റാറുണ്ട്, പക്ഷെ മാന അങ്ങനെയല്ല. ويريد الذين يتبعون الشهوات أن تميلوا ميلا عظيما ويريد الذين يتبعون الشهوات പിൻപറ്റുന്നവർ ഉദ്ദേശിക്കുന്നത് യാനി ഫജറ ഫാജിദീങ്ങൾ ഉദ്ദേശിക്കുന്നത് അതാണ്. فإن اتباع الشهوات الاتمار لها, ഷഹവാത്തിനെ പിൻപറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഷഹവാത്തിന് അനുസരിച്ച് പ്രവർത്തിക്കൽ, അതിന് വിധേയനായിട്ട് പ്രവർത്തിക്കൽ. അന്തമീലു മൈലൻ അലീമ അന്തമീലു അനിൽ ഖസ്ദി വൽ ഹഖി വതകൂനു സുനാതൻ മിസ്ലഹും. ചായൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിനും ഹക്കിനെ തൊട്ടും തെറ്റിയിട്ട് അവരുടെ മാതിരി എന്താക്കണം? മോശക്കാരാകല്. ഐ ബിൻ നിസ്ബത്തി ഇലാ മൈലി മൻ ഇഖ്തറഫ ഖതീഅതൻ ബിലസ്തിഹ്ലാലിൻ. അതാ മൈലൻ അലീമ എന്ന് പറഞ്ഞാൽ അലീമായ മൈല് എന്ന് പറഞ്ഞാൽ എന്തെന്നാ? ഷഹവാത്തിനെ പിൻപറ്റുന്ന ആള് മൈല് എന്ന് പറഞ്ഞാൽ തന്നെ മോശമല്ലേ, പിന്നെ മൈലിൻ്റെ അലീമത്തിനാണ്. അത് ബിൻ നിസ്ബത്തി ഇലാ മൈലി മൻ ഇഖ്തറഫ ഖതീഅതൻ ബിലസ്തിഹ്ലാൽ, ഹലാലാണെന്ന് കരുതാത്ത രീതിയിൽ ഖതിയത്ത് പ്രവർത്തിച്ചാക്കാണ് മൈലും യസീർ ഉണ്ടാവില്ല. മൈല് എന്ന് പറഞ്ഞ ഇസ്തിഖാമത്തിൽ ചായലല്ലേ, അതെല്ലാം തെറ്റന്നല്ലേ. അതിൽ പിന്നെ അലീമും അലീമല്ലാത്തിയുണ്ടോ? അത് ഹലാലാണെന്ന് കരുതിക്കൊണ്ട് മസ്നയത്ത് ചെയ്തത് കുഫറിലേക്ക് എത്തി. ഹലാലാണെന്ന് കരുതാതെ കുറ്റബോധത്തോടുകൂടി ഖതിയത്ത് ചെയ്താൽ ബിന്നസ്ബി തെരിഹ് എന്തായി? യസീറായി. അപ്പൊ ഈ യസീറിലേക്ക് മറ്റേ മൈലുൻ അലീമായി. അതാ ബിൻ നിസ്ബത്തി ഇലാ മൈലി മൻ ഇഖ്തറഫ ഖതിയത്തുൻ ബിൽ ഇസ്തിഹ്ലാൽ, അത് യസീറാണ്. മനസ്സിലായില്ലേ? യുരീദുല്ലാഹു അൻ യുഖഫിഫ അൻകും, അല്ലാഹു തആല നിങ്ങൾക്ക് ലഘൂകരിക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ബിമാ ഫീ ഉഹദതികും മിൻ മശാഖി തകാലീഫി, തകാലീഫ് കൊണ്ടുണ്ടായ പ്രയാസങ്ങളുണ്ടല്ലോ അത് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലുണ്ട്, അതിൽ നിന്ന് തഖ്ഫീഫ് ചെയ്യാൻ. അപ്പം എന്താക്കും? അസീമത്ത് വിട്ടിട്ട് ഉസ്തയിലേക്ക് ഇറക്കും. നിന്ന് കിരിക്കുക അങ്ങനെയല്ല പഠിച്ചാൽ എന്നാ ഇരുന്നോടോ
4 റക്അത്തേക്ക് അങ്ങനെയല്ല. എന്നാൽ ഒരു രണ്ടെങ്കിൽ കസറാത്തിക്കോ, രണ്ടൊക്കെ വെച്ചാൽ മതി. അതില്ലേ? നോമ്പൊക്കെ അങ്ങനെയില്ല. എന്നാ ഫിദി കൊടുത്തോ ഒരു മുദ്ദു. അതില്ലേ? ഇപ്പൊ റെഡിയായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാ ഫൈദത്തും പിന്നെ തഫീഫ് എല്ലാത്തിലുണ്ട്. فلذلك شرع لكم الحنفية حنيفة السمحة السهلة. എളുപ്പവും വളരെ പ്രയാസം കുറഞ്ഞതുമായ പരിശുദ്ധ ദീനുണ്ടല്ലോ. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലേക്ക് എത്തുകയാണ് ഹനീഫിയ എന്ന് പറയുന്നത്. ورخص لكم في نكاح الأمة وغيره من الرخص. അമത്തിന് നിക്കാഹ് ചെയ്യാൻ വേണ്ടി റുഖ്സന്നില്ലേ? അങ്ങനെ എത്രയോ റുഖ്സകൾ ഖുർആനിൽ അത് നമ്മൾ കുറേ എണ്ണി. എന്തുകൊണ്ടാണ് ഖുലിഖൽ ഇൻസാനു ലഈഫ? അല്ലാഹ് നമ്മ ഒഴിവാക്കി വീട്ടെല്ലാം തൊട്ടത് മനുഷ്യൻ ലഈഫാണ്. ഇവൻ പാപാന്ന് അല്ലാഹ് നിങ്ങളെ അറിയാം. ആജിസൻ അൻ മുഖാലഫത്തി ഹവാഹു. അവന്റെ തടീച്ചക്ക് മുഖാലഫത്ത് ചെയ്യാൻ പോലും എന്ത് ചെയ്യില്ല, ശക്തിയില്ല. അതിനെ മുമ്പിൽ തോറ്റു. ഷഹവാത്തിനെ പിൻപറ്റുന്ന തൊട്ട് എനിക്ക് സബൂറുണ്ടാവില്ല. ഖാലൽ കൽബി പറയുന്നു ലാ യസ്ബിറു അനിൻ നിസാഇനെ തൊട്ട് സബൂർ വരൂല. ഖാല ആയത്ത് ഇത് ലഈഫായതിന്റെ വജ്ഹ പറയുന്നത്. ഖാല സഈദ് ബിനുൽ മുസയ്യിബ് പറയുന്നു റളിയല്ലാഹു അൻഹു മാ ഐസ ശൈത്താനു മിൻ ആദം ഇല്ലാ അതാഹു മിൻ ഖിബലിൻ നിസാ. ശൈത്താന് മനുഷ്യന്മാരെ തൊട്ട് പറ്റ നിരാശയായി ഇവനെ കൊടുക്കാനൊന്നും കഴിയൂലെന്ന് നിൽക്കാം. എന്നാൽ തന്നെ നിസായിന്റെ ഭാഗത്തിൽ കൂടി വരും. അവിടെ ചാൻസ് ബാക്കിയുണ്ട്. എന്താ വഖദ് അതാ അലയ്യ 80 സന വദഹബത് ഇഹ്ദാ ഐനയ്യ വഅനാ ആശു ബിൽഉഖറാ വഇൻ അഖാഫു അലാ നഫ്സി ഫിത്നത്തുൻ നിസാ. മൂപ്പർ പറയുന്നത് 80 വയസ്സ് എനിക്കായി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്, എന്നാൽ മറ്റേ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും തപ്പിത്തടഞ്ഞിട്ട് കാര്യം നടത്തുന്നുണ്ട്. എന്നാൽ എൻ്റെ നഫ്സിൻ്റെ മേൽ ഞാൻ പേടിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഫിത്നത്തുൻ നിസാണ്. അതിപ്പം ലോകത്ത് നടക്കുന്നതാണ്. കൊടുക്കാനുള്ള പൈസക്ക് വെച്ചാൽ മതി. നാളെ നീ ജയിലിലായിരിക്കുകയാണ്. അവിടെ വരുന്നെങ്കിൽ ഉള്ള കേസ് കൊടുത്തോണ്ട് പിടിച്ചിട്ടുണ്ട്. സാധനം വാങ്ങിച്ച് ഇറങ്ങിപ്പോന്നുള്ളൂ. പൈസ തന്നിട്ടില്ല. നീ പൈസ കഴിച്ചാൽ നാളെ നീ ജയിലിലെ. وقال أبو هريرة رضي الله عنه اللهم إني أعوذ بك من أزنيا وأسرقا فقيل له كبر سنك. നേരത്തോട് പറയണം എനിക്ക് 80 വയസ്സായിട്ടും ഫിത്നത്തുൻ നിസാ പേടിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞല്ലോ. 80 വയസ്സായി, ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്, മറ്റിനെ കൊണ്ട് തപ്പിത്തടഞ്ഞ് നടക്കുന്നു. എന്നാലും പെണ്ണുങ്ങൾ എന്നെ പറ്റിക്കൂന്ന് പിടിച്ചു നിൽക്കുന്നു. അപ്പൊ ഇവരോട് ചോദിക്കുന്നത്, നിങ്ങൾ സിനെയും കക്കാനൊക്കെ പോകുമപ്പാ? കാബുറ സിന്നുക്ക വാന്ത സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് സഹാബിയല്ലേ നിങ്ങൾ? പിന്നെ അതഖാഫു അലാ നഫ്സിക മിനൽ സിനാ വസരിഖത്ത് ചോദിച്ചു. ഖാല കൈഫ ആമനു അലാ നഫ്സി വഇബ്ലീസു ഹയ്യുൻ. ഇബ്ലീസ് ചത്തിട്ടില്ലല്ലോ, അവൻ ഹയാത്തായിരിക്കുന്ന കാലത്തോളം ഞാൻ അങ്ങനെ നിർഭയനായി കഴിയുന്നത്. ആ വിഷയത്തിൽ പുതിയൊരു മസാല പറയുന്നു. يا أيها الذين آمنوا لا تأكلوا أموالكم بينكم بالباطل إلا أن تكون تجارة عن تراض منكم. ഒരു ഹുക്മ്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ലാ തഅകുലൂ ഇപ്പം നഹിയ വന്നത്. നമ്മളെ പണ്ടത്തെ കാനൂൻ എന്താണ്? മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടൊരു കാര്യം കൽപ്പിക്കുകയോ നിരോധിക്കുകയോ ചെയ്താൽ അമാൽ അതിൻ്റെ കൂടെ ചേർക്കേണ്ട അമാൽ സാലി, ഇത് നഹിയ. ലാ തഅഖുദൂ പറഞ്ഞില്ലേ, ലാ തഅകുലൂ എന്ന് പറയുക തിന്നൽ മാത്രമല്ല ഉദ്ദേശം, ജമീൽ ഇസ്തിമാലെന്ന് പറഞ്ഞു. അത് വീണ്ടും പറയുന്നത് വഅബ്ബറ അനിൽ അഖ്ദി ബിൽ അക്ൽ, അത് കൈകാര്യം ചെയ്യലിനെ തൊട്ട് ഇബാറത്തിട്ടത് അക്കിൽ എന്നാണ്. അതുകൊണ്ട് അന്നൽ മഖ്സൂദ് അല്ല ആദമിനൽ അംബാലി അൽ അക്ലു, അംബാലി ഞാൻ ഉദ്ദേശിക്കുന്നത് തിന്നലാന്നല്ലോ. അപ്പൊ ഫകമാ അന്നൽ അക്കില മുഹറമുൻ, അക്കില് മുഹറമാകുന്നത് പോലെ ഫകദാലിക സായിർ വുജൂഹി തസറുഫാത്ത്, എല്ലാ ക്രിയവിക്രയങ്ങളുടെയും വുജൂഹും എല്ലാം അതിൽപ്പെട്ടു. അത് പലിശൻ്റെ അടിയും പറഞ്ഞിട്ടുണ്ട്. തിന്നൽ നല്ല
അത് മാത്രം എടുത്ത് പിടിച്ചാൽ തിന്നണ്ടാന്നേലേ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ പിടിക്കും ജാഹിലീങ്ങൾ. അതേ മുതലായ റമദാനിൽ 30 നാളിലും മുല കൂട്ടിക്കും കാലം തൊട്ടിട്ടില്ല എന്നുണ്ട്, കുടിച്ചിട്ടില്ല എന്നുണ്ടില്ല. തൊടാണ്ടെന്ന് ഇങ്ങനെ കുടിച്ചിട്ടുണ്ടാവും. തൊട്ടിട്ടില്ല എന്ന് മൂപ്പർ പറഞ്ഞിട്ടുള്ളൂ, തൊടാണ്ട് കുടിച്ചിട്ടുണ്ടാകാം. അപ്പൊ ഈ ചങ്ങായിക്കണ്ട് ഭാഷന്റെ പ്രയോഗം അറിയാം. അപ്പൊ പലിശ തിന്നണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം വസ്ത്രമാക്കിയിട്ടിടാം, മറ്റുപയോഗങ്ങളൊക്കെ നടത്താമെന്ന് കുടിക്കും. അപ്പൊ അമ്പാലിനെ തിന്നാൻ പാടില്ലെന്ന ബൈനക്കും നിങ്ങളുടെ ഈ ബാത്തിലായ മാർഗത്തിൽ കൂടി, അനുവദിക്കാത്ത മാർഗത്തിൽ കൂടി. അതായത് കസ്ബ് പിടിച്ചുപറി, സരിക്കത്ത് മോഷണം, ഖിയാനത്ത് വഞ്ചിക്കൽ, ഹിമാർ എന്ന് പറഞ്ഞ ചൂതാട്ടം, റിബ പലിശ ഇടപാട്, റിഷബ കൈക്കൂലി വാങ്ങല്, ഇതെല്ലാം ശരാനുവദിക്കാത്ത മാർഗങ്ങളിൽ കൂടി പൈസന്റെ സമ്പാദ്യമാണ് അല്ലേ? അപ്പൊ കച്ചവടത്തിൽ ധാരാളം പൈസ നമ്മളെടുത്ത് വരുന്ന നമ്മുടെ സാധനം അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അതോ അതിന്റെ ഷർത്തത്താൽ ശരയായി അവിടെ റുസ്ത് കൊടുത്തു. മറ്റൊരുത്തന്റെ കയ്യിൽ സൈദിന്റെ കൈവിലുള്ള സാധനമല്ല അമ്രിലേക്ക് കിട്ടുന്നു. അത് കിട്ടിയ വകുപ്പ് മാറാൻ പാടില്ല. അതാ പറഞ്ഞു ഇല്ല അന്തകൂന തിജാറത്തൻ, തിജാറത്തായാലൊഴികെ അത് ഒഴിച്ചു. ആ തിജാറത്ത് അൻ തറാളിൻ മിൻകും, കൊടുക്കുന്നവന്റെ വക്കുന്നു വാങ്ങുന്നവന്റെ വക്കുന്നു തറാളി ഉണ്ടാകണം. തറാളി ഉണ്ടായാലേ പറ്റൂ. ഇസ്തിസ്നാവ് മുൻകത്തിയാണ്. ഏത് ബാത്തിലിൽ നിന്ന് ഇസ്തിസ്ന ചെയ്ത എല്ലാ തിജാറത്ത് അല്ല, ആദ്യം പെട്ടെങ്കിലല്ലേ മുത്തസിലാവുള്ളൂ. ഇല്ലാൻ തക്കൂനൽ അമ്പാലും അമ്പാല തിജാറത്തിൻ, തക്കൂനാന്റെ ഫായില് പറഞ്ഞതാണ്. അതിന്റെ ഇസ്മു പറയണ്ടേ, കാനക്കൊരു ഇസ്മു വേണ്ടേ. അന്തക്കൂന തിജാറത്തൻ എന്നേലും നെസ്ബോണ്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതാ പറയുന്നത് അമ്പാല ആയാലൊഴികെ അമ്പാല തിജാറത്ത് തുൽഹഖു ബിഹ അസ്ബാബുൽ മിൽക്കിൽ മശ്റൂഅ, അതിൽപ്പെട്ടത് തന്നെയാണ് ശറഇൽ അനുവദിക്കപ്പെട്ട മിൽക്കിന്റെ ബാക്കി അസ്ബാബ്. എന്താണ്? കൽ ഹിബത്തി ഓശാരം കൊടുക്കല്, വസ്തദഖ സദഖ കൊടുക്കല്, വൽ ഇർസി അനന്തരം കിട്ടല് മുതലായവ ആ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പോൾ തിജാറത്തിന് നമ്മൾ ബാക്കി കൊണ്ടണം. എന്തിനാൽ ലി ഖുറൂജി ഹനിൽ ബാത്തിൽ, അത് ബാത്തിലിനെ തൊട്ട് പുറത്താണ്. എന്നാ പിന്നെ അതെല്ലാം പറഞ്ഞൂടെ? ഒറ്റൊന്ന് പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടല്ലോ, ഹോംവർക്ക് തരൂല്ലേ വർക്കേക്ക് മിസ്കോളൊന്നുമില്ല പഠിപ്പിച്ചിട്ട് HW ഒന്ന് പോട്ടുമല്ലോ ഹോംവർക്ക് പോയി പണിയെടുക്കും. ആ ഹോംവർക്കാണ് ഏത്? തിജാറത്തിന്റെ കൂടെ എന്താക്കണം? ഹിബത്ത് സദഖ ഇർസ് മുതലായവരെ കുട്ടിക്കൂടാ. വൈന്നമാ ഹസ്സത്ത് തിജാറത്ത ബിദ്ദിക്ർ, എന്നാ പിന്നെ തിജാറത്തിനെ പറഞ്ഞ എന്താണ്? വേറൊന്നും പറഞ്ഞൂടെ? അതാ ലി കൗനിഹ അഗ്ലബ അസ്ബാബിൽ മകാസിബി വുഖൂ, നാട്ടിൽ സംഭവിക്കുന്ന കസ്ബിന്റെ അഗ്ലബും തിജാറത്താണ്. ഹിബത്തെല്ലാം കുറച്ച് കുറവാണ്. അതുപോലെ മുറുവത്തുള്ളാക്ക് ഏറ്റവും യോജിച്ചതാ. അയാളെ വെക്കുന്ന ഹിബത്ത് വാങ്ങിയതിനോളൂ സദക്ക വാങ്ങിയനോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു അഭിമാനക്കുറവ് വരുന്നുണ്ട്. ഇറിസിനോ മറ്റാളെ മരിക്കാൻ കത്തിക്കണ്ടേ, എപ്പം കിട്ടൂലല്ല. അത് മുജാപ്പിളാറോ ബംഗന്മാരും കൂടെ ഒത്തിട്ട് കൊരലും പേരിലാക്കിയാൽ ഒന്നും കിട്ടൂലല്ല. ഇനി ഇവിടെ തറാവിൻ എന്ന് പറഞ്ഞില്ലേ, തറാവി എന്ന് പറഞ്ഞ എന്താകണോ? കൊടുക്കുന്നവന്റെ വക്കുന്നു വാങ്ങുന്നവന്റെ വക്കുന്നു എന്താകണോ? അതിന് നല്ല തൃപ്തിപ്പെടണം വേണം. കൊടുക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും ആ മുറാദാത്താണ്. ബിമാ തആഖദ അലൈഹി ഫി ഹാലിൽ മുബായഅ, ബൈഅ നടക്കുന്ന അവസരത്തിൽ ഇവർ രണ്ടാളും കണ്ടീഷനാക്കിയില്ലേ, ഇത് 100 റുപ്യക്ക് ഞാൻ തരാം, ആ 100 റുപ്യക്ക് ഞാൻ കച്ചവടം എന്ന് പറഞ്ഞപ്പോൾ എന്തായി? മുബായ നടക്കുമ്പോൾ പൊരുത്തമില്ലേ? ഇനി അടുത്തൊരു ഒരു ഹുക്കുമായി പറയുന്നു. അതെല്ലാം ഫിഖ്ഹിലാ പറയാ, ഞാൻ ഫിഖ്ഹ് വേണം. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ കൊല്ലരുതേ എന്ന് പറഞ്ഞു. ഹലാക്കിലേക്ക് നഫ്സിനെ ചാടിക്കലുകൊണ്ട് അത് ഒരു കോലം. മറ്റൊന്നോ ഔ ബിർത്തികാബിൽ മആസിൽ മുഅദ്ദിയതി ഇലാ ഹലാകിഹാ ഫിദ് ദുനിയ വൽ ആഖിറ, ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ അതിൻ്റെ ഹലാക്കിലേക്ക് എത്തിക്കുന്ന മഅസിയത്ത് പ്രവർത്തിച്ചാൽ കാരണം പ്രവർത്തിക്കലില്ലേ, അതുണ്ടാക്കാൻ പാടില്ല. അപ്പോൾ രണ്ടർത്ഥം.
വക്കീല അൽ മുറാദു ബിൻ നഫ്സി അംഫുസക്കും എന്ന് പറഞ്ഞ നഫ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നഫ്സിന് 300 വയനിടുന്നാന്ന് പറയുമ്പോൾ ഏതാ കിതാബില്ലേ റായത്തിൽ ഓതിയത് 300 വയന. ഇത്ര അധികം ഇസ്തറാക്കുള്ള വയനുള്ള ലഭ്യത ലോകത്തിലേ കണ്ടിട്ടില്ല എന്നാണ് റായത്ത് സുറൈഷന്റെ റായത്തിന് മമ്പോതിയത്. മൻകാന മിൻ ജിൻസിഹിം ജിൻസിൽപ്പെട്ട എല്ലാവരും ഉദ്ദേശിക്കാം. അപ്പൊ പരസ്പരം ഒന്ന് കൊല്ലാനോ ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നൊന്നും മിനൽ മുഅ്മിനീന. കാരണം ഫഇന്ന കുല്ലഹും കനഫ്സിൻ വാഹിദ, എല്ലാവരും ഒറ്റ നഫ്സിന്റെ സ്ഥാനത്താണ്. അപ്പൊ സ്വയം ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല പരസ്പരം മുഅ്മിനീങ്ങളെ കണക്കാക്കണം. ഇന്നല്ലാഹ കാന ബികും റഹീമ ഐ അനുപറം അമറ ബിമാ അമറ വനഹ അമ്മാ നഹ ലിഫർത്തി റഹ്മതിഹി ബികും. അല്ലാഹു തആല കൽപ്പിച്ച കാര്യം കൽപ്പിച്ചതും വിരോധിച്ച കാര്യം വിരോധിച്ചതും നിങ്ങളോടുള്ള റഹ്മത്തിന്റെ ആധിക്യത്തിന്റെ കാരണത്താണ്. റഹിമൻ ഇനി അത്രത്തോളാക്കി മേൽ പറയപ്പെട്ട കാര്യം ഒരാൾ ചെയ്താൽ ഇവിടെ മേൽ പറയപ്പെട്ട രണ്ടെണ്ണം. ഒന്ന് അനധികൃതമായി സ്വത്ത് പിടിച്ചു വലിക്കല് കൈമലാക്കല്, മറ്റൊന്നോ സ്വയം നഫ്സിനെയോ മറ്റു മുഅ്മിനീങ്ങളെ നഫ്സിനെയോ 2 തഫ്സീർ പ്രകാരം എടുത്താൽ അത് ഖത്ൽ വസായിൽ മുഹറമാത്തിൽ മദ്കൂറത്തി ഫീമാ ഖബലു ഉദ്വാനൻ വളുൽമൻ. ഉദ്വാൻ എന്ന് പറഞ്ഞാൽ അദാ യഉദു എന്നതിന്റെ മറ്റൊരു മസ്ദറാണ് ഉദ്വാൻ. അദാ എന്ന് പറഞ്ഞാൽ അതിര് കടന്നു, അതായത് എന്താണ് ഇഫ്റാതൻ ഫി തജാവുസി അനിൽ ഹദ്ദി, നിശ്ചയിക്കപ്പെട്ട അതിൽ ഇതിൻ്റെ അപ്പുറം കിടക്കാൻ പാടില്ല എന്ന് അതിര് വിട്ട് കിടന്നു. വഇത്യാന ബിമാ ലാ യസ്തഹിഖുഹു, അതാണ് ഇത് ദുൽമ്. അവന് അർഹിക്കാത്തൊരു കാര്യം എടുക്കുക. ഐ മുതഅദ്ദിയൻ വലാലിമൻ, ഇത് ഉദ്വാനന്റെ മാനിയാണ് മുതഅദ്ദിയൻ, ലാലിമൻ. അങ്ങനെ വന്നാൽ ഫസൗഫ നുസ്ലിഹി, അവനെ നാം പ്രവേശിപ്പിക്കും, മുദ്ഖിൽഹു നാറൻ, നാറിൽ പ്രവേശിപ്പിക്കും. നാറൻ ഹായിലത്തൻ ശദീദത്തൽ അദാബ്. അതിന്റെ ആ മയന നാറൻ എന്ന തൻവീന്റെ മയന കൊടുത്തത് അദമത്തിന്റെ തൻവീനുണ്ടല്ലോ. നാറൻ ഹായിലത്തൻ ശദീദത്തൽ അദാബ് വകാന ദാലിക അലല്ലാഹി യസീറാ. അങ്ങനെ ഒരാളെ നരകത്തിൽ കിടത്താന്നുള്ളത് അള്ളാഹ്ക്ക് എളുപ്പമുള്ള കാര്യമാണ്, അതൊന്നും പ്രശ്നമൊന്നുമല്ല. ഇസ്ലാഉന്നാർ അലല്ലാഹി യതഹഖഖുദ്ദാഇ വഅദമി സ്വാലിഹി. അതുകൊണ്ട് അത് നരകത്തിന്റെ അവകാശിയാകാനുള്ള അത് കാര്യം മറ്റോന്റെ ഭാഗത്തുണ്ട്. ഇവൻ ചെയ്താൽ അള്ളാഹിനെ തടയാനും ആരും ആളില്ല. വമഅനാഹു, ചുരുക്കത്തിൽ അള്ളാഹ്ക്ക് എളുപ്പം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എളുപ്പം എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം എളുപ്പം കുറവുണ്ടെന്ന് അർത്ഥം ഇല്ല, അങ്ങനെയും പിടിച്ചേക്കുമല്ല, അതില്ല. വമഅനാഹുൽ മുബാലഗത്തു ഫി തഹ്ദീദ്, പേടിപ്പിക്കുന്ന വിഷയത്തിൽ മുബാലഗ മാത്രമാണ് യസീറ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് മറ്റൊരു കാര്യം അല്ലാഹു തആലാക്ക് എളുപ്പം കുറഞ്ഞെന്ന അർത്ഥത്തിനല്ല. ഇത് എളുപ്പമാണ്, അപ്പോൾ മറ്റേതോ അങ്ങനെ പോകുമില്ല. വഹുവ അന്ന അഹദൻ ലാ യഖ്ദിറു അലൽ ഹർബി മിൻഹു വലാ അലൽ ഇംതിനാഇ അലൈഹി. കണ്ടാ, ഒരാളും അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിയൂല, അല്ലേ? അത് തടുക്കാനും കഴിയൂല. അപ്പോൾ ഫഅലൽ ആഖിലി അൻ യതജന്നബ അനിൽ വുഖൂഇ ഫിൽ മഹാലിക്, ഹലാക്കാക്കുന്ന കാര്യങ്ങളിൽ പെട്ടുപോകലിനെ തൊട്ട് മാറി നിൽക്കണം. വൈബാലിഗ ഫീ ഹിഫ്ദിൽ ഹുഖൂഖ്, മറ്റുള്ളവർക്കുള്ള ഹക്കിനെ സൂക്ഷിക്കുന്ന വിഷയത്തിൽ മുബാലഗ ചെയ്യണം. വഖദ് ജമഅ അല്ലാഹു ഫി തൗസിയത്തി ബൈന ഹിഫ്ദിൻ നഫ്സി വ ഹിഫ്ദിൽ മാലി. ഇവിടെ നോക്കടാ, ലാ തഅകുലു അംവാലക്കുൻ്റെ അവിടെ മുതൽ സംബന്ധിച്ചാണ്, വലാ തഖ്തുലു അൻഫുസകും നഫ്സ് സംരക്ഷിക്കലാണ്. അപ്പം നഫ്സും മുതലും തമ്മിൽ അഭേദ്യമായ ബന്ധമുള്ളത് കൊണ്ട് അത് എന്താ കൂട്ടിച്ചേർത്തു, ഒരു ചേരുവ. അതുകൊണ്ട് ലിഅന്നഹു ശഖീഖുഹാ, ഈ മുതൽ എന്നുള്ളത് നഫ്സിന്റെ ഷഖീഖാണ്. നിങ്ങൾ നിലനിൽപ്പെന്നല്ല മുമ്പ് പറഞ്ഞത്. ആ കള്ളാസിന്റെ കഷ്ണം ഇല്ലെങ്കിൽ സംഗതി നടക്കൂലല്ല. ചിത്രപ്പണിയുള്ള കള്ളാസാണ്, പകരം വേറെ കള്ളാസ് തരാന്ന് പറഞ്ഞാൽ എടുക്കൂല. അല്ല, എന്തുകൊണ്ടാണ് മിൻ ഹൈസു ഇന്നഹു സബബുൻ ലിഖിവാമിഹ, നഫ്സിന്റെ നിലനിൽപ്പിന്റെ സബബായിട്ടാണുള്ളത്. തഹ്സീലു കമാലാത്തിഹ, അതുപോലെ നഫ്സിന് നിലനിൽക്കൽ മാത്രമല്ല കമാലാത്ത് കരസ്ഥമാക്കാനും. ഒരെങ്ങനെങ്കിലും എടുത്ത്
കള്ളനും വെള്ളവും പുറത്തു പോയാലും പോരാലോ, അതിന് പെയിന്റ് അടിക്കണം, ടൈൽസ് വെക്കണം, അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം, അതിന്റെ കമാലാത്തും വേണ്ടേ, അതിനും വേണ്ടില്ലേ പൈസ അതിനധികം. ഏലം മന്ന അക്കലൽ മാലിബിൽ ബാത്തില്, ബാത്തിലായ മാർഗത്തിൽ കൂടി മുതൽ തിന്നുക. മിമ്മാ യുഫ്സിദു ദീനർ റജുലി വദുന്യാഹു, ഒരു മനുഷ്യന്റെ ദീനിനെയും ദുന്യാബിനെയും ഫസാദാക്കുന്ന പ്രവർത്തനങ്ങളാണ്. ബൽ യദുറു ബിനഫ്സിഹി, അവന്റെ നഫ്സിനും ദററുണ്ടാക്കും. വയകൂനു സബബൻ ലിഹലാകിഹി, അവന്റെ ഹലാക്കിന്റെ സബബായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ഫഇന്ന ബഅദൽ അഅമാലി യസ്ഹറു അസറുഹു ഫിദ്ദുന്യ, ചില പ്രവർത്തനങ്ങളുടെ ആസാറ് ദുന്യാവിത്തെ ചെന്നെ അനുഭവിക്കും. حكي أن بعض الملوك أرسل إلى الشيخ علاء الدولة غزالا, ചില രാജാക്കന്മാർ അഷേഖ് അലാഉദ്ദൗലത്ത് എന്ന് പറഞ്ഞ ആൾക്കെന്താക്കി ഒരു മാന അയച്ചു. ഗസാലി ഫഖാല ഇന്നഹാ ഹലാലുൻ എന്ന് പറയുകയും ചെയ്തു. ഇപ്പം ചെറുക്കിൻ്റെ കൊണ്ട് അതില്ല, ഹലാലെന്ന് തന്നെ എല്ലാം എഴുതി ഇട്ടിക്കലേ, പച്ചം പത്താത്തിലില്ല. فقال الشيخ برني كنت بمشهد توصف فجاء إلي بعض الأمراء بأرنب وقال كل منها فإني رميتها بيدي فقلت الأرنب حرام على قول الإمام جعفر الصادق رضي الله عنه. എന്നിട്ട് ഷെയ്ഖ് എന്താ പറഞ്ഞെന്നറിയോ, ഈ കൊടുത്തപ്പോൾ ഞാൻ തൂസിലായിരുന്നു. അപ്പം അടുത്തേക്ക് എന്താക്കി, ബാദുൽ ഉമറാ അർണബിനെ കൊണ്ടുവന്നു, അർണബെന്ന മയല. എന്നിട്ട് പറഞ്ഞ് നിങ്ങൾ അത് തിന്നോ. പയ്യന്നെ റമയത്തുമ്പ് യദൈ, ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ എറിഞ്ഞു പിടിച്ചതാന്ന് പറഞ്ഞു. ഫഖുൽതു, ഞാൻ പറഞ്ഞു അൽഅർനബ് ഹറാമുൻ അലാ ഖൗലി ഇമാം ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു ഖൗല് പ്രകാരം അർനബ് ഹറാമാണ്. സുമ്മ ഇന്നഹു ജാഅ യൗമൻ ബിഗസാലിൻ, പിന്നെന്താക്കി ഒരു ദിവസം ഗസാലിനെ കൊണ്ടുവന്നു. ഫഖാല കുൽ മിൻഹാ ഫഇന്നി റമൈതുഹാ ബിസഹമിൻ അമിൽതുഹു ബിയദി അലാ ഫറസിൻ വരിസുഹാ നബി, എൻ്റെ ഉപ്പാന അനന്തര സ്വത്തിൽ നിന്ന് കിട്ടിയ കുതിരപ്പുറത്ത് കയറിയിട്ട് ഞാൻ സ്വന്തമുണ്ടാക്കിയ അമ്പ ചെയ്തുകൊണ്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ പിടിച്ചതാണ് എന്ന് പറഞ്ഞു. എല്ലാം സ്വന്താക്കിയില്ലേ. ഫഖുൽതു, അപ്പം ഞാൻ പറഞ്ഞു ഖതറ ബിബാലി അന്ന വാഹിദൻ മിനൽ ഉമറാഇ ജാഅ ഇലാ മൗലാനൽ ജമാലി ബി അബിസ്സത്തൈൻ, അബിസ്സത്ത അരയന്നം. എൻ്റെ മനസ്സിൽ തോന്നി, ഉമറാക്കളിൽപ്പെട്ട ഒരാള് മൗലാനൽ ജമാ രണ്ട് അരയന്നത്തിനെ കൊണ്ടുവന്ന് വക്കാല, എന്നിട്ട് പറഞ്ഞ കുൽ മിൻഹുമാ, നിങ്ങൾ അതിന് ഭക്ഷിച്ചോ. ഫഇന്നി ഖദ് അഖൽതുഹുമാ ബിബാസിയ്യൻ, ഈ പക്ഷിനെ വെച്ചിട്ട് എന്താക്കും, മറ്റേ സാധനത്തിന് വേട്ടയാടും, രാജകളിയുന്നുണ്ട്. ബാസിയ്യൻ, ബാസിയല്ല യുഎയില് സ്റ്റാമിനോടെല്ലാം കാണാനോ, അതിനെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാനത് വേട്ടയാടിയാന്ന് പറഞ്ഞു. വഖാല മൗലാന പറഞ്ഞു ലൈസൽ കലാമു ഫിൽ അബിസ്സത്തൈനി വഇന്നമൽ കലാമു ഫി ഖൂത്തിൽ ബാസിൻ, അബിസ്സത്തൈൻ്റെ കാര്യത്തിലല്ല നമ്മളെ സംസാരം, ആ ബാസിക്ക് കൊടുക്കുന്ന എന്താണ് കൂത്തെന്താന്ന്, ഈ വേട്ടക്ക് ഉപയോഗിച്ച് ബാസിക്കൻ എന്താ തിന്നാൻ കൊടുക്കുക. മിൻ ദജാജത്തിൻ ഐ ഹജൂസിൻ അക്കല ഹത്താ കവിയലിൽ ഇസ്തിജാദ്, കണ്ടാ കോയിനെ തിന്നിട്ടാണോ, എന്നിട്ടോ അതിനെ ശക്തി പ്രാപിച്ചത്. അപ്പൊ ഫൽ ഗസാലുല്ലത്തി റമൈതഹാ അലാ ഫറസിക, നിന്റെ ഫറസിന്റെ മേല് കയറിയിട്ട് ആ മാനിന് എറിഞ്ഞെന്ന് പറഞ്ഞില്ലേ, വൈൻഖാനത്ത് മിനസ് സൈദി, അത് സൈദിൽപ്പെട്ടതാണെങ്കിൽ ലാക്കിൻ കൂത്തുൽ ഫറസ് മീൻ ഷഈരിൻ, ആ ഫറസ് തിന്ന ഭക്ഷണം ഉണ്ടല്ലോ അത് ഷഈറാണ്. ഐ മദ്ലൂമിൻ അസല, മധുരവുമായിട്ട് കിട്ടിയതാണ് ഇത്, ആ മൃഗം തിന്നത്. ആ മൃഗം തിന്നതിൻ്റെ മുകളിലാണ് ഇത് വേട്ടയാടാൻ കയറിയത്, അതുകൊണ്ട് പറ്റില്ല. അപ്പോൾ വറയിൻ്റെ ഗായത്തെത്തി, അതുകൊണ്ട് ഫലം യോക്കിൽ മിന്ന, മൂപ്പറത് ഭക്ഷിച്ചിട്ടില്ല. സംഗതി മനസ്സിലായ. വഹുക്കിയന്ന ഖയ്യാത്തൻ, ഒരു തുന്നപ്പണിക്കാരൻ കാലൽ ബഅദുൽ കിബാറായ ഔലിയാക്കളോട് പറഞ്ഞ് ഹൽ അകൂനു മുഈനൻ ലിൽ ലലമ ബിഖിയാതത്തി സിയാബിഹിം, അവരുടെ വസ്ത്രം തുന്നിക്കൊടുക്കുന്നത് കൊണ്ട് ഞാൻ കുറ്റക്കാരനാകുമോ എന്ന് ചോദിച്ചു. ഏത് തുന്നക്കാരനാ ചോദിക്കുന്നത്. ഫഖാൽ ലൈസൽ കലാമു ഫീക, നിന്നിലല്ല കലാമുള്ള, ഇന്നമൽ കലാമു ഫിൽ ഹദ്ദാദില്ലദി യഅമലുൽ ഇബ്ര, ആ സൂചി ഉണ്ടാക്കിയ കൊല്ലനുണ്ടല്ലോ അവൻ്റെ കാര്യത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഈ വസ്ത്രം ഉണ്ടാക്കുന്ന താലിമ്, അയാൾക്ക് ഉണ്ടാക്കുന്ന വസ്ത്രം തുന്നിക്കൊടുക്കുന്ന
നീ അപ്പൊ ലാലിമിനെ സഹായിക്കലില്ലേ? അപ്പം പറഞ്ഞ് നിന്നെ ലോഹിക്കണ്ട, ആ നിന്നെ സഹായിച്ച സൂചിയും പോലും ഉണ്ടല്ലോ, അതുണ്ടാക്കിയവന്റെ ഹാലെന്താ? അങ്ങനെ വേഗം ലാശത്തെ അസ്ബാബ് വരെ എത്തി. ശേഷം പറയുന്നതാ അത് അങ്ങേറ്റത്തെ പറയാണി പറഞ്ഞത്. വൽ ഹാസിലു ചുരുക്കത്തിൽ പറയാം, അന്നഹു ലാ ബുദ്ദ മിനൽ ഇഹ്തിമാമി ഫീ തലബിൽ ഹലാൽ, ഹലാലിനെ തേടുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധ വെക്കൽ അനിവാര്യമാണ്. വഇൻ കാന ഫീ സമാനിനാ ഹാദാ നാദിറൻ, പക്ഷേ ഈ കാലത്ത് അത് വളരെ നാദിറാണ്. എല്ലാം പിടിച്ചു പറിച്ചുകൊണ്ടെന്താക്കി ചഞ്ഞിട്ടും ബിൽഡിംഗ് എടുത്ത് ഇങ്ങനെ ഇളക്കിയിട്ട് എന്താ താപ്പ തന്നതിനെന്താ തെളിവുള്ളത്? വൽ വസൂലി ഇലൈഹി അസീസൻ, അത്തരത്തിലേക്ക് എത്തിച്ചേരലോ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. എന്നാലും ചെയ്യേണ്ട കാര്യം ചെയ്യണം. പിന്നെ അള്ളാഹുവിൻ്റെ വേറൊരു അനുഗ്രഹമാണ്. ഇനി നമ്മൾ ജൗഹർ ചോദ്യം ഇവിടെ അങ്ങനെ കബായറുകളൊന്നും ചെയ്യില്ല എന്നെന്താക്കി സത്യപ്രതിജ്ഞയിൽ എന്താക്കുക വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ അത് തന്നെ ചെറുകുറ്റങ്ങൾ പൊറുക്കാനുള്ള കാരണമാണെന്നാണ്. അപ്പൊ ചെറുകുറ്റത്തിന് വേറെ തൗബ ഇല്ലാതെ കണ്ടും ഈ സൂക്ഷ്മത കൊണ്ടെന്താകും പൊറുക്കപ്പെടും. എന്ന് പറഞ്ഞാൽ എന്താണ്? തബാഉദു, ദൂരത്തകൽ. വമിൻഹു, അതിൽ നിന്ന് പിടിച്ചതാണ് അൽ അജ്നബി എന്ന് പറയുന്നത്. അന്യാക്ക് അജ്നബി എന്ന് പറയുന്നത് അപ്പൊ ദൂരത്തുള്ള ആളും. നിങ്ങൾക്കോട് വിരോധിക്കപ്പെട്ട കബായിറുകളെ വർജിക്കുകയാണെങ്കിൽ, അതായത് കബായിർ ദുനൂബില്ലത്തി നഹാകുമുല്ലാഹു വറസൂലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ, അല്ലാഹു തആല വിരോധിച്ചു, അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ച കബായിറുകളെ നിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി നിന്നാൽ അതൊരു സുലൂക്കാണ്. ഇജ്തിനാബുൽ കബായിർ അന്ന് അതിൻ്റെ ജദ്ബന്ധാനുക്കഫിറാനിക്കും നമ്മളായിട്ട് എന്താക്കും നിങ്ങൾക്ക് പുറത്തു തരാം. ആ തക്ഫീർ എന്ന് പറഞ്ഞാൽ ഇമാത്തത്തുൽ മുസ്തഹഖ് മിനൽ ഇഖാബ്. കണ്ടാ, ഇഖാബിന് അവകാശപ്പെട്ട ഒരാളുണ്ടല്ലോ, അയാൾ തന്നെ ദൂരീകരിക്കാം. ബി സബാബിൻ അസിയത ഔ ബി തൗബത്തിൻ, ഒന്നെങ്കിൽ കൂടുതൽ സബാബ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ തൗബ കൊണ്ടോ ആ തക്ഫീറാക്കുക. എന്തിനാ? സയ്യിആതികും ഐ സഗായിറകും, നിങ്ങളുടെ സഗീറത്തായ കാര്യങ്ങളെ, വതംഹുഹാ അൻകും, ആ സയ്യിആത്തിനെ നിങ്ങളെ തൊട്ട് അല്ലാഹു തആല മായ്ക്കുകയും ചെയ്യും. ഒരു കാര്യം. രണ്ട്, വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യും ആദരവുള്ള ഒരു സ്ഥലത്തേക്ക്. അതാ മുദ്ഖൽ എന്ന് പറഞ്ഞാൽ ബിളമ്മിൽ മീമി മു ഇസ്മു മക്കാനാണ്. മുദ്ഖൽ എന്ന് പറഞ്ഞാലേ ഹുവൽ ജന്ന, അതാണ് സ്വർഗം. കരീമൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹസനൻ മർളിയൻ, നിങ്ങൾക്ക് സംതൃപ്തമായ വളരെ ഭംഗിയുള്ള ആനന്ദകരമായ സ്വർഗത്തിലേക്ക് കയറ്റുകയും ചെയ്യും. അപ്പോൾ കബായിർ ഒഴിവാക്കിയാൽ എന്തായി? രണ്ട് കാര്യം, സയ്യാത്തിന് മാപ്പാക്കലുണ്ട്, സ്വർഗത്തിൽ കയറലുണ്ട്. قال المفسرون في قوله صلى الله عليه وسلم الصلاة إلى الصلاة والجمعة إلى الجمعة ورمضان إلى رمضان مكفرات لما بينهن. ഹദീസ് ഒരു നമസ്കാരം മറ്റൊരു നമസ്കാരത്തിലേക്ക്, അപ്പോൾ സുബഹി മുതൽ ളുഹർ വരെ, അല്ല ളുഹർ മുതൽ അസ്ർ വരെ, അങ്ങനെ പോട്ടെ. അതുപോലെ ജുമുഅ മുതൽ ജുമുഅ വരെ ഒരാഴ്ച, ഒരു കൊല്ലത്തേക്ക്, റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, അതൊക്കെ മുക്കഫിറാത്താണ് ലിമാ ബൈനഹുന്ന, അതിൻ്റെ ഇടയിൽ സംഭവിച്ചതിനെ തൊട്ടിട്ട്. അന്ന് ചോദിക്കും നിസ്കാരത്തിലേക്ക് ആഴ്ചക്ക് ജുമുഅ ബാക്കിയുണ്ടാവുമോ? ജുമുഅക്ക് പണി ഉണ്ടാവില്ല. പിന്നെ അതും കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തേക്ക് പണി. അതിനൊന്നുണ്ട്, ഈ ഇടക്കുന്നുള്ളതിനോട് ഏൽപ്പിക്കപ്പെട്ടതേ ആ നിസ്കാരം പൊറപ്പിക്കുള്ളൂ. മറ്റേന് പറയും ജുമുഅ പറ്റാ, ഞാൻ അതിലില്ല. ആ ജുമുഅ പൊറപ്പിക്കുന്ന കഴിച്ചു ബാക്കി ഉണ്ടാക്കും. അതോ റമദാൻ വന്നിട്ടായിക്കോട്ടെ, ഞാൻ അടിയില്ലെന്ന്. എന്നാൽ പ്രശ്നം എല്ലാവർക്കും കൊല്ലം റൂട്ടി കിട്ടിയില്ല. അപ്പൊ ലിമാ ബൈനഹുന്നാന്ന് ആമ്മന്ന്, എന്നാലോ ഐ മിന സഗായിർ, സഗായിറാണ് ഉദ്ദേശിച്ചത്. എപ്പോഴ്? ഇറജത്തുനിബത്തിൽ കബായിർ, കബായിർ വർദ്ധിച്ചാൽ. അപ്പൊ കബായിർ വർദ്ധിച്ചാൽ നമുക്ക് ദോഷം പൊറുക്കാനുള്ള മുക്കഫിറാത്തത്തിന് ഒന്ന് കബായിർ വർദ്ധിക്കൽ തന്നെ, മറ്റൊന്ന് ഹസനാത്ത്.
പിന്നെ വഖ്തുലിഫ ഫിൽ കബായിരി, കബായിർ പൊറുക്കപ്പെടുമോ എന്നുള്ളതിൽ ഇഖ്തിലാഫുണ്ട്. സഗായിർ ഏതായാലും ഉറച്ചു. വൽ അഖ്റബു, അഖ്റബ് ഏതാണ്? അന്നൽ കബീറത കുല്ലു ദംബിൻ, കബീറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദോഷങ്ങളുമാണ്. റത്തബ ശാരി അലൈഹിൽ ഹദ്ദ, അതിന് ഹദ്ദ് എന്താക്കി ശരാക്കിയിട്ടുണ്ടാവും, അത് കബായിർ കൂട്ടാം. കബായിരാന്ന് മനസ്സിലാക്കാനുള്ള അലാമത്താ പറയുന്നത് ഹദ്ദ്. ഔ സർറഹ ബിൽ വഈദി ഫീഹി, അല്ലെങ്കിൽ അതിൽ കഠിനമായ താക്കീത് വ്യക്തമാക്കി പറഞ്ഞു. എല്ലാത്തിനും താക്കീത് ഉണ്ടെങ്കിലും ആദ്ദലഹും വസയസ്ലൗന എന്നൊക്കെ പറഞ്ഞില്ലേ, അത് കാല അത് കബായിർ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡന്റിറ്റി. قال أنس بن مالك رضي الله عنه പറഞ്ഞു, ഇന്നകും തഅമലൂനൽ യൗമ അഅമാലൻ, ഇൻകാലത്ത് നിങ്ങൾ ചില അമാൽ ചെയ്യുന്നുണ്ട്. ഹിയ ഫീ അയുനിക്കും അദക്കും മിന ശരി, നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കണ്ണിൽ രോമത്തിനാക്കാണ് നിസ്സാരമാണെന്ന് നിങ്ങൾ കരുതുന്നു. തഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. എന്നാൽ കുന്നാ നഉദ്ദുഹു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാലത്ത് നമ്മളതിനെ കണക്കാക്കൽ മിനൽ കബായിറിൽ പെട്ടതാണെന്ന്. അതിപ്പോൾ എന്താക്കുക, നിസ്സാരവൽക്കരിച്ചിട്ട് സാരിയില്ല എന്നിലേക്ക് എത്തി. ഏലം അന്നജ്തിനാബൽ കബായിരി, കബായിറിനെ ഒഴിഞ്ഞു നിൽക്കൽ എന്നുള്ളത് യൂജിബു തക്ഫീറ സഗായിർ, സഗായിറുകളെ പൊറുപ്പിക്കൽ ഉണ്ടാക്കി തീർക്കും. വൈൻദൻ ദിഫാഇ സഗായിര, സഗായിറും കബായിറും ഒന്നുമില്ലെങ്കിലോ അത് മഹ്ഫൂദായിരിക്കണം. അതാ അത് യുംകിനു ദുഖൂലു ഫിൽ മുദ്ഖലിൽ കരീമി, മുദ്ഖലിൽ കരീം ഏതാ? സ്വർഗം. വഹുവ ഹളറത്തു അക്രമിൽ അക്രമീനായ അള്ളാന്റെ ഹളറത്ത്, മക്കാനിയായ ഹളറത്ത് അല്ല ഉദ്ദേശിക്കും. ഖാല അലൈഹിസ്സലാം ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ, അല്ലാഹു തആല തയ്യിബാണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഉലൂഹിയത്തിന് നിരക്കാത്ത എന്തെല്ലാം ഐബുകളും പോരായ്മകളുണ്ടോ അതിനെ തൊട്ടെല്ലാം അള്ളാഹു മുനസ്സഹാണ് എന്നാണ്. അപ്പോൾ തയ്യിബിനെ അല്ലാതെ അള്ളാഹു കബൂലാക്കിയില്ല. വജുംലത്തുൽ കബായിരി മുൻദറജത്തുൻ ഫീ സലാസത്തി അഷ്യാ, കബായിർ മൂന്നെണ്ണത്തിൽ നമുക്ക് ഒതുക്കാം. ചെറിയ വാക്ക്. അഹദുഹുമാ, ഒന്ന് ഇത്തിബാഉൽ ഹവാ, തടി ഹവാനെ പിൻപറ്റല്. ഹവ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റല്ല, അതിന് സ്പെല്ലിങ് മാറി. കാറ്റ് എന്നുള്ളതൊക്കെ അലിഫ് ഹംസൂടണോ? കേട്ടാൽ ഒരുപോലെ തോന്നും. ഇപ്പൊ സൺ എന്ന് പറഞ്ഞാൽ കേട്ടാൽ ഒന്ന് തന്നെയല്ലേ. എസ് ഓ എന്നാണെങ്കിൽ മകനാണ്, എസ് യു എന്നാണെങ്കിലോ സൂര്യനാണ്. കേട്ടാൽ സണ്ണാണ്. അങ്ങനെയുണ്ടല്ലോ. വീക്ക് കേട്ടാളെന്നല്ലേ, ഒന്നെന്താന്ന് ആഴ്ച, മറ്റൊന്നോ ക്ഷീണം ബലഹീനത. കേട്ടാലൊന്ന്. ഇതുപോലെ ഹവ എന്നുള്ളതുണ്ട്, സ്പെല്ലിങ് മതി. കാറ്റല്ല. വൽ ഹവ എന്ന് പറഞ്ഞാൽ മൈലാനുൻ നഫ്സി ഇലാ മാ ഇസ്തലദു മിനശ് ശഹവാത്ത്, ഷഹവാത്തിനാൽ തടി ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിലെ നഫ്സങ്ങ് ചായല. അത് ചിലപ്പോൾ നല്ല ചുട്ട ഇറച്ചിയെല്ലാം മുടക്കും, അങ്ങനെ മുടക്കില്ല. അപ്പം ഒന്ന് കയറി തിന്നണേന്ന് തോന്നും. അപ്പം അത് അർത്ഥതാണോ അല്ല കട്ടതാണോ ചത്തതാണോ എന്നെല്ലാം വേർതിരിക്കല് അതുപോലെ. قال الله تعالى ولا تتبع الهوى فيضلك عن سبيل الله, ഹവാനെ പിൻപറ്റാൻ പാടില്ല, അത് അള്ളാന്റെ സബീലിലേക്ക് തെറ്റ് നിങ്ങളെ വേർതിരിച്ചു കളയും, നിങ്ങളെ ബലാലത്തിലാക്കും. അപ്പം കബായിറിന്റെ ഉസൂലടെ വന്ന് രണ്ട് ഹുബ്ബുദ്ദുനിയ, രണ്ട് ഹുബ്ബുദ്ദുനിയാണ്. ഫൈനഹു മതിയ്യത്തു കസീരിൻ മിനൽ കബായിർ, ധാരാളം കബായിറിലേക്കുള്ള വാഹനമാണ് ഹുബ്ബുദ്ദുനിയ. കക്കാനും പ്രേരിപ്പിക്കും, പലിശ വാങ്ങാനും പ്രേരിപ്പിക്കും, തോപ്പിക്കാനും പ്രേരിപ്പിക്കും, കളവും പറയും, എല്ലാം ഉണ്ടാവും. മിസ്ലുൽ ഖത്ലി, ഖത്ല് പോലെ ഹുബ്ബുദ്ദുനിയ കൊണ്ടുള്ള ഖത്ലില്ലേ. അതുപോലെ വല്ലുൽമി, ദുൽമ് ചെയ്യല്. വൽ ഗസ്ബി, പിടിച്ചു പറിക്കല്. നഹബ് എന്ന് പറഞ്ഞ കൊള്ള. വസ്സരിഖത്തി, കക്കല്. റിബ എന്ന് പറഞ്ഞ പലിശ. വാക്കലിമാരൽ യതീമി, യതീമിന്റെ മദദ് മൻഹി സക്കാത്ത്, സക്കാത്ത് കൊടുക്കാണ്ടക്കൽ. അല്ലെങ്കിൽ കരുന്നടയ ഹുബ്ബുദ്ദുനിയ, പൈസ കാശിച്ചിട്ട് 10-20 ആവുമെന്ന് കരുതുന്നതും ആയത്തേക്കാതും വന്നു കിടന്നാന്ന് ഹുബ്ബുദ്ദുനിയ അറിയിച്ച് 10 വെച്ച 20 കിട്ടുമെന്ന് കണക്കാക്കും. കള്ള സത്യം ചെയ്യല്, ഇതെല്ലാം ഉണ്ടാക്കി തീർക്കല ഹുബ്ബുദ്ദുനിയ. അപ്പൊ രണ്ടായി. ولهذا قال الله تعالى ومن كان يريد حرث الدنيا نؤته منها
وما له في الآخرة من نصيب. ദുന്യാവിൻ്റെ കൊയ്ത്താണ് ഒരാൾക്ക് ഉദ്ദേശമെങ്കിൽ അത് കൊടുക്കാമല്ലോ, പക്ഷെ പരലോകത്തിലേക്കൊന്നും വരില്ല, ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഹരസദ്ദുന്യ പലരും ദുൽമനുണ്ടാക്കി തീർത്തു. വഖാല അലൈഹിസ്സലാം ഹബ്ബുദ്ദുന്യ റഅസു കുല്ലി ഖതീഅ, എല്ലാ ഖതീയത്തിൻ്റെയും ഹെഡാപ്പീസാണേത് ഹബ്ബുദ്ദുന്യ. വസാലിസുഹ, മൂന്നാമത്തേത് റുഅ്യത്തു തഹ്സീരി ലിഗൈരില്ലാഹി തആല, അല്ലാഹു തആല അല്ലാത്താക്ക് തഹ്സീറുണ്ട്, വല്ല വസ്തുവിനോ വല്ല വ്യക്തിക്കോ തഹ്സീറുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിൽ ഇത് കബായിറിൻ്റെ അസ്ലാണ്. അപ്പം മരുന്ന് ഷിഫാൻ്റെ തഹ്സീറില്ല, തീക്കന്തില്ല. അതൊക്കെ പണ്ട് മക്കീദയിൽ തൗഹീദിൻ്റെ ബാബിൽ ഓതി തന്നെയല്ലേ. കഞ്ഞിമല ആദ്യം തന്നെ പൊട്ടിട്ടുണ്ട്, പിന്നെ ഹനുമാനും പൊട്ടിട്ടുണ്ട്. അത് നിഷേധിച്ച ഇമാരിലാണ്ട് ചത്തുവും പോലും. തങ്ങൾക്ക് ഭീഷണി ഉണ്ടായിനി. തങ്ങളെങ്ങനെ തങ്ങളെ മനസ്സിലാക്കണം, തങ്ങളെ അഭിസംബോധനയിൽ കാണുന്നത് അല്ല. അപ്പൊ അല്ലാഹു അല്ലാത്ത ഒന്നിനെ തഹ്സീറുണ്ട് എന്ന് കാണുന്നുണ്ടാ കബായിർ. കബായിർ മാത്രം കബായിറിന്റെ ഹെഡ്. അതിൽ നിന്നെന്താക്കുക, ഷിർക്ക് മുളച്ചുണ്ടാകുന്നത് അതിൽ നിന്നാണ്. വൻ നിഫാക്ക് മുളക്കുന്നു, റിയാഗ് മുളക്കുന്നു, അസ്മാലും, അങ്ങനെ പലതുണ്ട്. വലിഹാദാ ഖാല അല്ലാഹു തആല ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അതിന് ആയത്തിൻ്റെ വ്യാഖ്യാനം വേറെ വരും, ആയത്തിൻ്റെ അസറ്റ് വേറെ വരുന്നുണ്ട്. വയഗ്ഫിറു മാ ദൂന ദാലിക വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതാണ് ആ ആയത്ത് തീർന്നു. അതിന് പുതിയൊരു ഹുക്കമായിരുന്നു. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ആയിക്കോ. കുറച്ച് ഒറ്റ 10 ക്ലാസ് മുടങ്ങിയില്ലേ.